എല്ലാവർക്കും അമേസിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓവർസിയർ തേർഡ് ഗ്രേഡിൻ്റെ പേപ്പറാണ്. ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ 32/2015 ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, ഉത്തരം, ഓപ്ഷൻ, അതിൻ്റെ റിലവൻസ്, അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും അവിടെ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The inclination of a stair to the horizontal should be limited to എത്രയാണ് ഉത്തരം? 30 ഡിഗ്രി ടു 45 ഡിഗ്രി. ഓപ്ഷൻ സി അല്ലേ? വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഉത്തരം ചൂസ് ചെയ്യാം, കാരണം മറ്റു ഓപ്ഷനൊന്നും അത്ര പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ സ്റ്റെയറിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ടു 45 ഡിഗ്രിയാണ്. ഇനി ചില ബുക്കുകളിൽ സ്റ്റെയറിൻ്റെ ഇൻക്ലിനേഷൻ 25 ഡിഗ്രി ടു 40 ഡിഗ്രി എന്ന് പറയുന്ന ഒരു റേഞ്ചും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു റേഞ്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി 30 ഡിഗ്രി ടു 45 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു അല്ലേ? സ്റ്റെയർ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് റാമ്പ്. റാമ്പിൻ്റെ ഇൻക്ലിനേഷൻ യൂഷ്വലി 5 ഡിഗ്രി ടു 10 ഡിഗ്രി റേഞ്ചിലാണ് വരുന്നത്. മറ്റൊരു സ്ട്രക്ചറാണ് എസ്കലേറ്റർ. എസ്കലേറ്ററിൻ്റെ ഇൻക്ലിനേഷൻ ഓൾമോസ്റ്റ് സിമിലർ ടു സ്റ്റെയർ തന്നെയാണ്. 30 ഡിഗ്രി ടു 35 ഡിഗ്രിയാണ് എസ്കലേറ്ററിൻ്റെ ഇൻക്ലിനേഷൻ ഉണ്ടാവുക. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി മാക്സിമം ഒരു 0.45 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് മാക്സിമം അത് മൂവ് ചെയ്യുക. ഓക്കെ, അതും നിങ്ങൾക്ക് റേഞ്ചിൽ കാണാൻ കഴിയും ബുക്കുകളിലൊക്കെ. 0.3, 0.35, 0.32, 0.45 അങ്ങനെ റേഞ്ചിൽ കാണാൻ കഴിയും. അതൊന്നും അധികം അങ്ങോട്ട് ഓവർസിയറിന് ചോദിച്ചിട്ടില്ല. പക്ഷേ സ്റ്റെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. സ്റ്റെയർ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. സ്ഥിരമായിട്ട് തേർഡ് ഗ്രേഡ് ഓവർസിയറിന് സ്റ്റെയറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 30 ഡിഗ്രി ടു 45 ഡിഗ്രി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫോർ റേഞ്ചിങ് എ ലൈൻ ദ നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് റിക്വയർഡ് ആർ അറ്റ്ലീസ്റ്റ് 3 റേഞ്ചിങ് റോഡ്സ്. ചിലപ്പോൾ ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. കാരണം റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിങ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്. എനിക്കൊരു ലൈനുണ്ട്, ആ ലൈനിൻ്റെ ഇടയിൽ എ ബി എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈനിൻ്റെ ഇടയിൽ എനിക്ക് സി എന്നും ഡി എന്നും പറയുന്ന കുറച്ച് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഞാൻ റേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ റേഞ്ചിങ് 2 തരത്തിലുണ്ട്, ഡയറക്റ്റ് റേഞ്ചിങ്ങും ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും. അപ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ നമുക്ക് മിനിമം 3 റേഞ്ചിങ് റോഡ് വേണം. ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ നമുക്ക് മിനിമം 4 റേഞ്ചിങ് റോഡ് വേണം അല്ലേ? പക്ഷേ ഇവിടെ ചോദ്യത്തിൽ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഒരു ലോജിക്കലി നമുക്കറിയാം, മിനിമം റേഞ്ചിങ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 റേഞ്ചിങ് റോഡ് വേണം അല്ലേ? അപ്പം നമ്മുടെ ഉത്തരം മിനിമം 3 നമ്പർ ഓഫ് റേഞ്ചിങ് റോഡ്സ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഈ ചോദ്യത്തിന്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ട്രൂ മെറിഡിയൻ പാസസ് ത്രൂ മാഗ്നറ്റിക്, ആർബിട്രറി, ജോഗ്രഫിക് പോൾസ് ഉണ്ട്, ലൈൻ ഓഫ് കൊളിമേഷൻ ഉണ്ട്. ഉത്തരം ജോഗ്രഫിക് പോൾസ് ആണ്. ഇപ്പോൾ ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കർവ്, എർത്തിൻ്റെ കർവേച്ചർ ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വിച്ച് പാസസ് ത്രൂ ദി ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഈ ജോഗ്രഫിക് നോർത്ത് പോളും സൗത്ത് പോളിനെയും ടെറസ്ട്രിയൽ പോൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ട്രൂ മെറിഡിയൻ അതാണ്. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്താണ്? ഇറ്റ് പാസസ് ത്രൂ എ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് നീഡിൽ പോയിന്റ് ചെയ്യുന്ന നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അതിനെയാണ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. അപ്പം മെറിഡിയൻസ് എല്ലാം ബേസിക്കലി ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കർവ് ആണ്. ഇനി ബെയറിങ്സ് എന്താണ്? ബെയറിങ്സ് ആംഗിൾസ് ആണ്. അപ്പം ഞാൻ ഒരു ലൈൻ എടുക്കുന്നു, ആ ലൈൻ ട്രൂ മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയും. പിന്നെ ഉള്ളതാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഒരു സ്മോൾ ഏരിയ ഞാൻ സർവേ ചെയ്യാനാണെങ്കിൽ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെറിഡിയൻ ഡയറക്ഷൻ ഞാൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ ആ ഒരു മെറിഡിയനെയാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്, റാൻഡം മെറിഡിയൻ. ഒരു ചെറിയ ഏരിയയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ടെർമിനോളജിയാണ് ഈ ആർബിട്രറി മെറിഡിയൻ. ലൈൻ ഓഫ് കൊളിമേഷൻ എന്താണ്? ഇത് ജസ്റ്റ് ഒരു ഫില്ലർ ഓപ്ഷനാണ്, കാരണം നമ്മുടെ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു ഓപ്ഷനാണ്. ലൈൻ ഓഫ് കൊളിമേഷൻ ഇസ് ദ ലൈൻ ജോയിനിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസ് ടു ദ ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. അപ്പോൾ ലൈൻ ഓഫ് കൊളിമേഷനും ലൈൻ ഓഫ് സൈറ്റും ഒന്ന് തന്നെയാണ്. കുറച്ച് മുമ്പേ ഉള്ള PSC ചോദ്യ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലൈൻ ഓഫ് കൊളിമേഷന് ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഫോളോ ചെയ്യുകയും ലൈൻ ഓഫ് സൈറ്റിന് ഇസ് എ ലൈൻ ജോയിനിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർ ടു ദ ഒപ്റ്റിക്കൽ സെന്റർ ഇതുവരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിർത്തി PSC ആൻസർ കീ കൊടുത്തിട്ടുണ്ട് പണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ലൈൻ ഓഫ് കൊളിമേഷനും ലൈൻ ഓഫ് സൈറ്റും സെയിം തന്നെയാണ് എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ വരുന്ന ആൻസർ PSCയിൽ വന്നിട്ടുണ്ട്.
പക്ഷെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോളാണ്, അതായത് ബേസിക്കലി ജോഗ്രഫിക് പോൾസ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ കോഡ് ഓഫ് എ സർക്കിൾ ഇസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദി എൻഡ് ഓഫ് എൻ ആർക്ക്. അപ്പോൾ ഓവർസിയർ തേർഡ് ഗ്രേഡ് പേപ്പറിലോട്ട് വരുമ്പോൾ ഈ സർക്കിളുമായിട്ട് ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സർക്കിളിൻ്റെ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സർക്കിളിന് വേണ്ട ടെർമിനോളജീസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സെൻറ്ററും ഡയാമീറ്ററും റേഡിയസും എന്താണെന്ന് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കോഡ് എന്താണ്? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ 2 എൻഡ് പോയിന്റ്സ് ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സ് ഓഫ് എൻ ആർക്കോ, അങ്ങനെ എന്ത് വേണോ പറയാം. ഈ കാണുന്നതാണ് ഒരു കോഡ്. അപ്പോൾ കോഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏരിയനെയാണ് ഞാൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയാമീറ്റർ ഒരു കോഡാണോ എന്ന് ചോദിച്ചാൽ ഡയാമീറ്റർ ഒരു കോഡാണ്. സർക്കിളിൻ്റെ ലോങ്ങസ്റ്റ് കോഡിനെയാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ലൈനാണ്. സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ഞാൻ ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 റേഡിയസ് വരച്ചു. സ്വാഭാവികമായിട്ടും റേഡിയസ് വരയ്ക്കുമ്പോൾ അത് സർക്കംഫറൻസ് മീറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 റേഡിയസ് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഒരു റീജിയനെയാണ് ഞാൻ സെക്ടർ എന്ന് പറയുന്നത്. സെക്ടർ, ഈ സെക്ടർ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിളിനെ സെക്ടർ ആംഗിൾ, സപ്പോസ് ഞാൻ ഇതിനെ തീറ്റ എന്ന് വിളിക്കുന്നു, റേഡിയസ് ഞാൻ ആർ എന്ന് പറയുന്നു. അപ്പോൾ ഈ സെക്ടറിലെ ആർക്കിൻ്റെ ലെങ്ത് L = r തീറ്റ എന്ന് പറയുന്ന ഒരു റിലേഷനും കൂടിയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രോബ്ലമാറ്റിക് സൈഡിൽ നിന്ന് ഓവർസിയർ തേർഡ് ഗ്രേഡിൽ അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അവിടെ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും റേഡിയൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഉത്തരം കോഡ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് എൻ ആർക്കാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4-sided figure in which all the sides equal but the angles are not right angles. 4-sided figure, ഈ ഓപ്ഷനിൽ കാണുന്ന എല്ലാം 4-sided figure ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതർ സ്ക്വയറോ അല്ലെങ്കിൽ റോംബസോ ആവും. ട്രപ്പീസിയത്തിൻ്റെ 2 സൈഡ് പാരലാണ്, അത് ഈക്വൽ പോലും അല്ല. റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ് വെച്ചിട്ടാണ് ഈക്വൽ ആവുന്നത്. പക്ഷേ സ്ക്വയറിലേക്ക് വരുമ്പോഴേക്കും സ്ക്വയറിൽ എല്ലാ സൈഡും ഈക്വലുമാണ്, ആംഗിൾസ് 90 ഡിഗ്രിയാണ്. നേരെ മറിച്ച് റോംബസിലോട്ട് വരുമ്പോൾ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, പക്ഷെ ആംഗിൾസ് 90 ഡിഗ്രി അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, റോംബസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ 30 meter ചെയിൻ ഈസ് ഡിവൈഡഡ് ഇൻടു ഡാഷ് ലിങ്ക്സ്. എത്രയാണ്? 150 ലിങ്ക്സ്. ഒരു ചെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് അത് 20 meter ചെയിൻ ആണോ അത് 30 meter ചെയിൻ ആണോ എന്തോ ആയിക്കോട്ടെ, ഒരു ചെയിനിന് ഒരു ലിങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണ് ഉണ്ടാവുക. ഒരു ലിങ്ക് 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.2 മീറ്റർ. അപ്പോൾ 1 മീറ്റർ ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 5 ലിങ്ക് വേണം. അപ്പോൾ 20 മീറ്ററിനോ 100 ലിങ്ക്, 30 മീറ്ററിന് 180 ലിങ്ക്. അപ്പോൾ നമ്മുടെ 30 മീറ്റർ ചെയിനിന് നമുക്ക് വേണ്ടത് 150 ലിങ്ക്സ്. പിന്നെ ഈ 20 meter 30 meter ചെയിനിൽ അറിഞ്ഞിരിക്കേണ്ട ഓവർസിയർ ഗ്രേഡ് 3 ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടോളറൻസ്. 20 meter ചെയിനിൻ്റെ ടോളറൻസ് ±5 mm. 30 meter ചെയിൻ ആണെങ്കിൽ അതിൻ്റെ ടോളറൻസ് ±8 mm. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് ഈസ് എൻ എറർ ഇൻ കോമ്പസ് സർവേ. കോമ്പസ് സർവേ എന്ന് പറഞ്ഞാൽ നീഡിലാണ്, മാഗ്നറ്റ് ആണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ള എലിമെന്റ്സ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവും. ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആംഗിളിനേക്കാൾ കൂടുതലായിട്ടോ ചെറുതായിട്ടോ ചെറിയ വേരിയിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടും ഒരു മാഗ്നറ്റിക് പുള്ള് കാരണം. അതിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പസ് സർവേയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു എററാണ് ലോക്കൽ അട്രാക്ഷൻ. ഇപ്പോൾ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സിംപ്ലി പ്ലോട്ടിംഗ് ആണ്. പ്ലോട്ടിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. സെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ സെൻറ്റർ പോയിന്റ്സ്. സ്റ്റേഷൻ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പെഗ് എടുത്തിട്ട് അടിച്ച് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ആരോ വെച്ചിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ അതെല്ലാം ജസ്റ്റ് മിയർ ഫില്ലർ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഈസിലി നമുക്ക് ലോക്കൽ അട്രാക്ഷൻ ആണ് ഒരു എറർ എന്ന് പറയാൻ പറ്റുന്നത്. കോമ്പസ് സർവേയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ എറർ ലോക്കൽ അട്രാക്ഷൻ ആണ്. അപ്പം നമ്മുടെ ഉത്തരം ലോക്കൽ അട്രാക്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോമ്പസ് ബോക്സ് ഇസ് മേഡ് അപ്പ് ഓഫ്. ഇത് ഒരുപാട് പ്രാവശ്യം PSC ഓവർസിയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. മെജോറിറ്റിയും എഴുതുന്ന ചോദ്യമാണ്. മെജോറിറ്റിയും എഴുതുന്ന ചോദ്യം നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. അല്ലെങ്കിൽ അത് മിസ്റ്റേക്ക് ആക്കിയാൽ നിങ്ങളുടെ ആവറേജിൻ്റെ നല്ല താഴെയായിരിക്കും നിങ്ങളുടെ മാർക്ക് പോവുക. മെജോറിറ്റി എഴുതുന്ന ചോദ്യം ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രാസ് ആണ്. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ബ്രാസ്. കോമ്പസ് ബോക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് ബ്രാസ്.
അടുത്ത ചോദ്യം, സ്കെയിൽ ഓഫ് കോഡ് ഈസ് യൂസ് ടു മെഷർ. സ്കെയിൽ ഓഫ് കോഡ് എന്താണ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സ്കെയിൽ ഓഫ് കോഡ് ഈസ് യൂസ് ടു മെഷർ ആംഗിൾസ് വെൻ ദ പ്രൊട്രാക്ടർ ഈസ് നോട്ട് അവൈലബിൾ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ കഴിയും. സ്കെയിൽ ഓഫ് കോഡ് വെച്ചിട്ട് ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. സ്കെയിൽ ഓഫ് കോഡ് ഈസ് യൂസ് ടു മെഷർ ആംഗിൾസ് വെൻ ദ പ്രൊട്രാക്ടർ ഈസ് നോട്ട് അവൈലബിൾ. അടുത്ത ചോദ്യം, 10 ഇഞ്ചസ് ഡാഷ് സെന്റിമീറ്റർ. 1 ഇഞ്ച് 2.54 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ 25.4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാടി കയറി എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. കാരണം ഓവർസിയർ എക്സാമിന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ഒരു കൺസ്ട്രെയിനേ അല്ല. നമ്മൾ ആലോചിച്ച് സമയം എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ടൈം എന്തായാലും കിട്ടും. കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല ടൈം കൺസ്യൂമിങ്. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. SI യൂണിറ്റ്സ് അല്ല, FPS യൂണിറ്റ്സ് ആണ്. 1 foot is equal to 12 inches, 1 yard is equal to 3 feet, 1 yard is equal to 36 inches, 1 mile is equal to 1760 yards, 1 mile is equal to 5280 feet. ഈ ടേബിൾ ഒന്ന് നോക്കി വയ്ക്കുക. റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഫൂട്ടും ഇഞ്ചും യാർഡും മൈലും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ FPS ആണെങ്കിൽ കൂടിയും FPS ബന്ധപ്പെട്ട് ഫീറ്റ് പൗണ്ട്സ് സെക്കൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ, യൂണിറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഓവർസിയർ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രേഡ് 3 പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം 90-95 ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരിക്കും. മെജോറിറ്റിക്കും എഴുതാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. ബാക്കി ഒരു എക്സ് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. ഈ എക്സ് ഫാക്ടർ ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ പൊട്ടൻഷ്യൽ സാധ്യതയുള്ള ഒരു സോണാണ് ഈ ഡയമെൻഷൻസ്, യൂണിറ്റ്സിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 10 ഇഞ്ചസ് വിൽ ബി 25.4 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്കെയിൽ 2 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ്. ഓക്കെ, ചിലർക്ക് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഈസിലി എഴുതാൻ പറ്റും. ചിലർക്കൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കേണ്ടി വരും. കുഴപ്പമില്ല, എഴുതി നോക്കിയാലും കുഴപ്പമില്ല. നമുക്ക് സമയം ഒരു വിഷയമല്ല OC ഗ്രേഡ് 3നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 2 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. ഇപ്പോൾ സെന്റിമീറ്ററും മീറ്ററിലാണ് യൂണിറ്റ്സ് കിടക്കുന്നത്. ഞാൻ ഇതിനെ എയ്തർ സെന്റിമീറ്ററിന്റെ മീറ്ററിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ മീറ്ററിന്റെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ 2 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50 സെന്റിമീറ്റർ. മാപ്പ് ഡിസ്റ്റൻസ് ബൈ പ്ലോട്ട് ഡിസ്റ്റൻസ്. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:50. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1:50. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് ഗിവൺ ആസ് എ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓൺ മാപ്പ് ബൈ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കോൺക്രീറ്റ് വർക്ക് ഈസ് മെഷേർഡ് ഇൻ ഡാഷ് യൂണിറ്റ്സ്. സ്ക്വയർ മീറ്റർ ആണോ, റണ്ണിങ് മീറ്റർ ആണോ, ക്യൂബിക് മീറ്റർ ആണോ? ഇപ്പോൾ മെഷറിംഗ് യൂണിറ്റ്സ് എസ്റ്റിമേഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. എസ്റ്റിമേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്, പഠിക്കുക. കോൺക്രീറ്റ് വർക്കേഴ്സ് മെഷേർഡ് ഇൻ ക്യൂബിക് മീറ്റേഴ്സ്. ഇപ്പോൾ പ്ലാസ്റ്ററിംഗ് വർക്ക്, പോയിന്റിംഗ് വർക്ക് പോലത്തുള്ള വർക്കുകളാണ് നമ്മൾ സ്ക്വയർ മീറ്റേഴ്സിൽ മെഷർ ചെയ്യുന്നത്. ഈ കോർണിസസ് അല്ലെങ്കിൽ ഓർണമെന്റൽ വർക്കിനാണ് നമ്മൾ കോർണിസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർണമെന്റൽ വർക്കിനാണ് നമ്മൾ കോർണിസ് എന്ന് പറയുന്നത്. ഈ കോർണിസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് റണ്ണിങ് മീറ്റേഴ്സിലാണ്. പെർ മീറ്റർ എന്നാലും ഇതിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ കാണുന്നതിനാണ് കോർണിസ്, ഓർണമെന്റൽ വർക്ക്. ഓക്കെ, അപ്പോൾ മെഷറിംഗ് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്ററിങ്, പോയിന്റിങ്, ഫെല്ലിങ് ഓഫ് ട്രീസ്, RCC, ഷട്ടറിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. മെഷറിംഗ് യൂണിറ്റ്സ് നന്നായിട്ട് തന്നെ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക, ടാബുലേറ്റ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവാത്ത രീതിയിൽ പഠിക്കുക. ഓവർസിയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡെൽറ്റ ഓഫ് എ ക്രോപ്പ് മീൻസ് ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ ദി ക്രോപ്പ്. ഇറിഗേഷൻ ആണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ ദ ക്രോപ്പ് ആണ്. നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ക്രോപ്പ് പീരീഡ് എന്താണ്? ഇറ്റ്സ് എ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് വാട്ടറിംഗ് പ്രയർ ടു ദ സോയിങ് ഓഫ് ദ ക്രോപ്പ് ടു ദ ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. അതായത് വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ദിവസം മുതൽ വിളവെടുക്കുന്നതിന് മുന്നേ ലാസ്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ദിവസം വരെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് നട്ടതിന് ശേഷമുള്ള വെള്ളമൊഴിപ്പിനെ പറ്റിയിട്ടാണ് ബേസ് പീരീഡ് ചർച്ച ചെയ്യുന്നത്. ബേസ് പീരീഡ് ക്രോപ്പ് പീരീഡിനേക്കാൾ കുറവായിരിക്കും. C ആൽഫബറ്റിക്കലി B കഴിഞ്ഞിട്ടാണ് വരുന്നത്, ABC. ഇപ്പോൾ C ഗ്രേറ്റർ ദാൻ B എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ് ആ വേരിയേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഡെൽറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D. എംപറിക്കൽ ഇക്വേഷൻ ആണ്. ഓവർസിയർ ലെവലിലാണെങ്കിൽ തന്നെയും ഈവൻ AE ലെവലാണെങ്കിൽ തന്നെയും ഒരുപാട് സിഗ്നിഫിക്കൻസോട് കൂടെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു റിലേഷനാണ്. ന്യൂമറിക്കൽ സൈഡിൽ നിന്ന് AEന്ന് ചോദ്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഓവർസിയറിൽ റിലേഷൻ ആയിരിക്കും ചോദിക്കുക. യൂണിറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അറിയുക. എംപറിക്കൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റ്സിലാണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വാട്ടർ സിമെന്റ് റേഷ്യോ, അഗ്രിഗേറ്റ് റേഷ്യോ, സാൻഡ് സിമെന്റ് റേഷ്യോ, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഈ ചോദ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആണല്ലേ? ഉത്തരം കൺഫ്യൂസിംഗ് ആണോ? ഉത്തരം ഒരു പരിധി വരെ ഇത് കൺഫ്യൂസിംഗ് ആണ്. PSCയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫൈനൽ ആൻസർ കീയിൽ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്ന ആൻസർ കീ കാണാൻ പറ്റും. വാട്ടർ സിമെന്റ് റേഷ്യോ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഡച്ച് എബ്രഹാംസ് ലോ ആണ്. എബ്രഹാംസ് ലോയിലാണ് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ സിമെന്റ് റേഷ്യോ. ഓക്കെ, പക്ഷേ പ്രൊപ്പോർഷണൽ ആണോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? അതായത് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുമ്പോൾ സ്ട്രെങ്ത് കൂടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയുവാണ് ചെയ്യുന്നത്. ആക്ച്വലി വർക്കബിലിറ്റി ആണ് കൂടുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ കൊടുക്കുമ്പോൾ. പക്ഷേ ഈ ചോദ്യത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വാട്ടർ സിമെന്റ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ ആണ് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ GI പൈപ്പ് ഹാസ് എ കോട്ടിംഗ് ഓഫ് അയൺ ആണോ, സിങ്ക് ആണോ, കാർബൺ ആണോ, കോപ്പർ ആണോ? സിങ്ക് ആണ്. എ GI പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. അപ്പോൾ അതൊരു അയൺ പൈപ്പ് ആണല്ലേ. അയൺ പൈപ്പിൽ നമുക്ക് അയൺ കോട്ടിംഗ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഗാൽവനൈസേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഗാൽവനൈസേഷൻ? ഗാൽവനൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് സിങ്ക് കോട്ടിംഗ് ടു അയൺ ഓർ സ്റ്റീൽ. അപ്പോൾ സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് സിങ്ക് ആണ്. നമ്മൾ GI പൈപ്പിൽ കൊടുക്കുന്നത് സിങ്ക് കോട്ടിംഗ് ആണ്. അടുത്തത്, ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് എ റെയിൽ ഫോർ ബ്രോഡ് ഗേജ് ഈസ് ഡാഷ് മീറ്റേഴ്സ്. പെട്ടെന്ന് ചാടിക്കേറി ബ്രോഡ് ഗേജ് എന്ന് കാണുമ്പോൾ നമ്മൾ 1.676 ഒക്കെ ഓർത്തിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യവശാൽ നമുക്ക് 1.676 ഇല്ല, 1.64 ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്. അപ്പോൾ ബ്രോഡ് ഗേജിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 13 മീറ്റർ ആണ്. 13 മീറ്ററാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. മീറ്റർ ഗേജ് വരുമ്പോഴത്തേക്കും മീറ്റർ ഗേജിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ ആണ്. മീറ്റർ ഗേജ് 12 മീറ്റർ. പിന്നെ ബ്രോഡ് ഗേജിൻ്റെ വിഡ്ത്ത്, അതാണ് നിങ്ങൾ ക്രിട്ടിക്കലി ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ബ്രോഡ് ഗേജ് 1.676 മീറ്റർ, സ്റ്റാൻഡേർഡ് ഗേജ് 1.435 മീറ്റർ, മീറ്റർ ഗേജ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 1 മീറ്റർ. നമ്മുടെ ഉത്തരം ഇവിടെ ബ്രോഡ് ഗേജിൻ്റെ ലെങ്ത് 13 മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെൻ ബ്രിക്ക് ഈസ് കട്ട് ഇൻ ടു 2 halves ലോഞ്ചിറ്റ്യൂഡിനലി, 1 part ഈസ് കോൾഡ്. ലോഞ്ചിറ്റ്യൂഡിനലി എന്ന് പറഞ്ഞാൽ എലോങ് ദി ലെങ്ത്. നമ്മൾ എലോങ് ദി ലെങ്ത് ആണ് നമ്മൾ ബ്രിക്കിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്കിൻ്റെ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ക്വീൻ ക്ലോസർ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ ഒരു ഫുൾ ബ്രിക്കിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഞാൻ എലോങ് ദി ലെങ്ത് ബ്രിക്കിനെ കട്ട് ചെയ്യുന്നു, ഒരു ക്വീൻ ക്ലോസർ. ക്വീൻ ക്ലോസർ എനിക്ക് ക്വാർട്ടർ ക്വീൻ ക്ലോസറും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇരിക്കും ക്വാർട്ടർ ക്വീൻ ക്ലോസർ. അപ്പം ഞാൻ അക്രോസ് ദ ലെങ്ത് ആണ് ബ്രിക്കിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഏതാ ഹാഫ് ബാറ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഹാഫ് ബ്രിക്ക് എന്നൊക്കെ പറയാറുണ്ട്. 1/4 ഞാൻ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ 3/4 ബാറ്റ് എന്നൊക്കെ പറയാറുണ്ട്. മറ്റ് ചില കോൺഫിഗറേഷൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ, മിഡ് ക്ലോസർ ഒക്കെ. ഈ കിങ് ക്ലോസറും ബിവൽഡ് ക്ലോസറും ഒക്കെ സ്ഥിരമായിട്ട് ഉത്തരം വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഓവർസിയറിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഓപ്ഷനിൽ കാണുന്ന ടെർമിനോളജീസും കൂടെയാണ് ഈ കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ ഒക്കെ. അപ്പോൾ ഇത് എല്ലാം ബ്രിക്സ് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓവർസിയറിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബ്രിക്സ് നല്ലപോലെ തന്നെ പഠിക്കുക. ഈവൻ ബ്രിക്ക് ബോണ്ടിൻ്റെ ഒക്കെ പഠിക്കുമ്പോഴേ ഈ ഇംഗ്ലീഷും ഫ്ലെമിഷും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ ആ എക്സ് ഫാക്ടർ ക്വസ്റ്റ്യൻ വരുന്നത് വേറെ ബോണ്ട് ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ബോൺസ് ഉണ്ട്. റേക്കിംഗ് ബോൺസ് ഉണ്ട്, ഗാർഡൻ വാൾ ബോൺസ് ഉണ്ട്, ഹെറിംഗ് ബോൺസ് ഉണ്ട്, ഡച്ച്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ബോണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാ ബോണ്ടും ഒന്ന് വായിച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. ഇംഗ്ലീഷിലും ഫ്ലെമിഷിലുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ബ്രിക്കിൽ നിന്ന് വരാൻ വളരെയധികം സാധ്യത ഉള്ള ഒരു സോണാണ്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയലാണ് അല്ലേ ബ്രിക്ക്, സിമെൻ്റ് ഒക്കെ. അപ്പോൾ ഒരു സ്കിപ്പിങ്ങും ഇവിടെ പാടില്ല. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൻ്റെ ക്വീൻ ക്ലോസർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം ഈസ് കോൾഡ്. അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം ഈസ് കോൾഡ് ഹെഡ്. ലോവർ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് എ ഡോർ ഫ്രെയിം ഈസ് കോൾഡ് സില്ല്. ക്രൗൺ, ഈ ക്രൗൺ എന്താണ്? ക്രൗൺ ഡോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമേ അല്ല. ക്രൗൺ ആർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് എൻ ആർച്ചിനെയാണ് ഞാൻ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിം ബേസിക്കലി ഒരു എല്ലാത്തിൻ്റെ ഒരു കോൺഫിഗറേഷനാണ്. ഞാനിങ്ങനെ ഒരു ഫ്രെയിം അറേഞ്ച് ചെയ്യുന്നു. ഫ്രെയിമൊക്കെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്കും ജനറലായിട്ട് ഫ്രെയിം എന്താണെന്നുള്ളതൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് ദ ഡോർ ഫ്രെയിം ഇസ് കോൾഡ് ഹെഡ്. അടുത്ത ചോദ്യം.
ഇൻ സർവേയിങ് ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ ഡാഷ് പ്ലെയിൻ. കൺഫ്യൂസിങ് ആണോ? കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ. PSC സൈറ്റിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ നോക്കിയാൽ നിങ്ങൾക്ക് വേർട്ടിക്കൽ എന്ന ആൻസർ കാണാൻ പറ്റുക. ഇൻ സർവേയിങ് ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ ഡാഷ് പ്ലെയിൻ. പക്ഷേ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് ഹൊറിസോണ്ടൽ എന്നാണ് കാണാൻ പറ്റുക. ഹൊറിസോണ്ടലാണ് ശരിയായ ഉത്തരം. പക്ഷെ നമ്മൾ എല്ലാ പ്ലെയിനിലും സർവേയിങ് ചെയ്യുന്നില്ലേ? അതായത് നമ്മൾ തിയോഡലായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾസ് എടുക്കുന്നുണ്ട്, വേർട്ടിക്കൽ ആംഗിൾസ് എടുക്കുന്നുണ്ട്, അങ്ങനെയാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഡെഫിനിഷൻ എന്താണെന്നറിയോ? ഇൻ സർവേയിങ് ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വൈൽ ഇൻ ലെവലിംഗ് ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ വേർട്ടിക്കൽ പ്ലെയിൻ. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിന് SSC JEE പോലത്തുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സർവേ ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അടുത്ത ചോദ്യം, ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ് ഇൻ ഡാഷ് സർവേയിങ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ് ഇൻ ജിയോഡെറ്റിക് സർവേയിങ്. പ്ലെയിൻ സർവേയിങ് ആണെങ്കിൽ നമ്മൾ അവിടെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. ഏരിയൽ സർവേയിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആകാശത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുക, ഫോട്ടോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ ഫോട്ടോഗ്രാമെട്രി. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ സർവേയിങ് ഓഫ് വാട്ടർ ബോഡീസ്. ഓക്കെ, ബാക്കി എല്ലാ ടെർമിനോളജീസും പേര് തന്നെ ഉണ്ടല്ലേ. ഏരിയൽ സർവേ എന്താണ്, ഹൈഡ്രോഗ്രാഫിക് സർവേ എന്താണ്. ജിയോഡെറ്റിക് സർവേയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ച് ഉണ്ട്. നമ്മൾ സർവേ ചെയ്യുന്ന ഏരിയ 250 km² അല്ലെങ്കിൽ 260 km². ഇത് രണ്ടും ഞാൻ പറയാൻ കാരണം രണ്ട് രീതിയിലും ടെക്സ്റ്റ് ബുക്കുകളിലും ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു വാല്യൂവിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. ലീനിയർലി പറയുവാണെങ്കിൽ 18.5 കിലോമീറ്ററിന് മുകളിലാണ് ലെങ്ത് വരുന്നതെങ്കിൽ നമ്മൾ കർവേച്ചർ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. നമ്മൾ ജിയോഡെറ്റിക് സർവേ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സോൾവെന്റ് കോമൺലി യൂസ്ഡ് ഫോർ ഓയിൽ പെയിന്റ്സ്, ഡീസൽ, കെറോസിൻ, ടർപ്പന്റൈൻ, പെട്രോൾ. നമ്മുടെ ഉത്തരം ടർപ്പന്റൈൻ ആണ്. ഓക്കെ, ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പെയിന്റ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾവെന്റ്സ് ആർ അതർവൈസ് നോൺ ആസ് തിന്നേഴ്സ്. ഓക്കെ, ഓയിൽ പെയിന്റ് ആണെങ്കിൽ നമ്മുടെ സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ ടർപ്പന്റൈൻ അല്ലെങ്കിൽ വൈറ്റ് സ്പിരിറ്റ് ആണ്. ഡിസ്റ്റംബർ ആണെങ്കിലോ നമ്മുടെ സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ വാട്ടർ ആണ്. വേറെ രണ്ട് സാധനങ്ങളും കൂടിയുണ്ട്, സ്പിരിറ്റ് ലാക്കർ, ആൽക്കഹോളും, സെല്ലുലോസ് പെയിന്റ്, ഈത്തേൽ അമൈൽ അസറ്റേറ്റ്. അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓയിൽ പെയിന്റും ഡിസ്റ്റംബറും ആണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ടർപ്പന്റൈൻ ആണ്. ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുന്ന സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ എന്ന് പറയുന്നത് ടർപ്പന്റൈൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഇസ് ഡൺ ബൈ. മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ഇത് ബേണിംഗ് ആണ് കേട്ടോ. ഹോഫ്മാൻ സ്കിൻ, ബുൾ സ്കിൻ അല്ലെങ്കിൽ ബുൾ സ്ട്രെഞ്ച് സ്കിൻ, ടണൽ സ്കിൻ. ഹോഫ്മാനും ബുള്ളും ടണലും ഒക്കെ ബ്രിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹോഫ്മാനും ബുള്ളും പ്രത്യേകിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് ഗ്രൗണ്ടിന് മുകളിൽ നിൽക്കുന്ന കിൻ ഏതാണ്, പാതി ഗ്രൗണ്ടിന് താഴെയും പാതി ഗ്രൗണ്ടിന് മുകളിൽ നിൽക്കുന്ന കിൻ ഏതാണ്, അതുപോലെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കിൻ ഏതാണ്, ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കിൻ ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. നേരെ മറിച്ച് സിമെന്റ് മാനുഫാക്ചറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ബേണിംഗ് ഓഫ് സിമെന്റ് ഇൻ റോട്ടറി കിൻ. അപ്പം ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1400 to 1500 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ട് വരെ നമ്മൾ ബേൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും ഈ കിന്നിലിട്ട്. സിമെന്റ് മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ക്ലിനിക്കലുമായിട്ടും വരുന്ന ഒരു പ്രോസസ്സാണ് ഈ ബേണിംഗ് ഓഫ് എ സിമെന്റ് ഇൻ റോട്ടറി കിൻ. ഓക്കെ, അടുത്ത ചോദ്യം. സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ഇസ് ഡൺ ബൈ Le Chatelier's apparatus. ഓക്കെ, സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിംഗ് അഗെയിൻസ്റ്റ് വെതറിങ് ആക്ഷൻ. ഒരു സിമെന്റ് സൗണ്ട് ആണെങ്കിൽ അത് കാലാവസ്ഥയെ നല്ല രീതിയിൽ നേരിടാൻ ഉള്ള അബിലിറ്റി ഉണ്ട്. ഒരു അൺസൗണ്ട് ആണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കും. അപ്പോൾ സൗണ്ട് സിമെന്റ് ആണ് നല്ല സിമെന്റ്. അപ്പോൾ സൗണ്ട്നെസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ Le Chatelier's apparatus ആണ് ഉപയോഗിക്കുന്നത്. ഈ അപ്പാരറ്റസ് ഇതാ ഈ ഒരു 2 പോയിന്റ് പെൻസിൽ പോലിരിക്കുന്ന സാധനം, അത് വെച്ചിട്ട് നമ്മൾ ആ എക്സ്പാൻഷൻ മെഷർ ചെയ്യും. സിമെന്റിന്റെ എക്സ്പാൻഷൻ 10 കൂടുതലാണെങ്കിൽ അത് അൺസൗണ്ട് സിമെന്റും, അല്ലെങ്കിൽ മോഡറേറ്റ് 5 to 10 ആണെങ്കിൽ മോഡറേറ്റ്, 5 താഴെ ആണെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ Le Chatelier's apparatus ആണ് സൗണ്ട്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ് എന്താണ്? വിക്കറ്റ് അപ്പാരറ്റസ് ബേസിക്കലി കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി മെഷർ ചെയ്ത് ആ സിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യലും ഫൈനലും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സെക്കൻഡറി കാര്യമാണ്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഫൈനൽ സെറ്റിംഗ് ടൈം എന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിൽ ഓൾ ഓഫ് ദി അബോവ് ഇല്ലാതെ വിക്കറ്റ് അപ്പാരറ്റസ് ഈസ് യൂസ് ടു മെഷർ കൺസിസ്റ്റൻസി ആണോ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണോ, ഫൈനൽ സെറ്റിംഗ് ടൈം ആണോ, വർക്കബിലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. കാരണം അതാണ് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന പാരാമീറ്റർ.
പിന്നുള്ളത് സ്ലം ടെസ്റ്റ് ആണ് അല്ലേ, പിന്നുള്ളൊരു ഓപ്ഷൻ. സ്ലം ടെസ്റ്റ് വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്ലം ടെസ്റ്റ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓവർസിയറിനെ സംബന്ധിച്ചിടത്തോളം സ്ലം ടെസ്റ്റ് അതിൻ്റെ പല പല കേസസിലുള്ള സ്ലം വാല്യൂസ്, അതുപോലെ തന്നെ സ്ലം ടെസ്റ്റിൻ്റെ സ്ലം കോണ് അതിൻ്റെ സൈസസ്, ടോപ്പ് ഡയാമീറ്റർ 10 സെൻറ്റിമീറ്റർ, ബോട്ടം 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ, ട്രൂ സ്ലംബ്, കൊളാപ്സബിൾ സ്ലംബ്, ഷിയർ സ്ലംബ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുക. വേറെ കുറേ വർക്കബിലിറ്റി ടെസ്റ്റുകളുണ്ട്, കോമ്പാക്ഷൻ ഫാക്ടർ, BB ഒക്കെ. അതൊന്നും AE ലെവലിലോട്ടൊക്കെയാണ് കൂടുതൽ പോകുന്നത്. ഓവർസിയർ ഗ്രേഡ് 3 അതിലോട്ട് അത്ര പ്രിഫറൻസ് കൊടുത്ത് കണ്ടിട്ടില്ല, ഫ്രീക്വൻസി. ഓക്കെ, അടുത്ത ചോദ്യം. ദ പോർഷൻ ഓഫ് റോഡ് വേ യൂസ്ഡ് ബൈ എ വെഹിക്കുലർ ട്രാഫിക് ഇസ്. മോട്ടോർ വേ, എക്സ്പ്രസ് വേ, കാരേജ് വേ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടിരിക്കുന്നു. ഫുട് പാത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുട് പാത്തിൽ വരെ ആൾക്കാർ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകാറുണ്ട്. ഓക്കെ, പക്ഷേ ഡെഫിനിഷൻ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർഷൻ ഓഫ് റോഡ് വേ യൂസ്ഡ് ബൈ വെഹിക്കുലർ ട്രാഫിക് ഇസ് കാരേജ് വേ. കാരേജ് വേയുടെ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ വെഹിക്കുലർ ട്രാഫിക് തന്നെയല്ലേ ഈ മോട്ടോർ വേയിലും എക്സ്പ്രസ് വേയിലും ഒക്കെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൈസ്ലി ഡെഫിനിഷൻ പറയുന്നത് ഹൈ സ്പീഡ് വെഹിക്കിളിന് വേണ്ടിയിട്ടാണ് എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നത്, ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ്. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു വണ്ടി 80 കിലോമീറ്ററിന് താഴെ ഒന്നും പോകില്ല. നമ്മൾ അതിന് താഴെ ഒരു സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വണ്ടി വന്ന് നമ്മുടെ ബാക്കിൽ ഇടിക്കും. അത്രയ്ക്ക് സ്പീഡിലാണ് അവിടെയൊക്കെ വണ്ടി പോകുന്നത്. മോട്ടോർ വേ എന്ന് പറഞ്ഞാൽ മേജർ റോഡ്സ് തന്നെയാണ്, ഫാസ്റ്റ് ട്രാവലിംഗ് വെഹിക്കിൾസ് ഫോർ ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ഫുട് പാത്ത്, പെഡസ്ട്രെയിൻ, ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഫുട് പാത്ത് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ടിപ്പിക്കൽ റോഡ് ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കാരേജ് വേ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും ഷോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, എമർജൻസി ലൈനാണ്. കാരേജ് വേ ഷോൾഡേഴ്സും കൂടെ ചേരുമ്പോഴത്തേക്കും റൈറ്റ് ഓഫ് വേ വരും, പിന്നെ റോഡ് മാർജിൻ ഉണ്ട്, സെറ്റ് ബാക്ക് ഉണ്ട്, ബിൽഡിംഗ് ലൈൻ ഉണ്ട്, കൺട്രോൾ ലൈൻ ഉണ്ട്. ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ബിൽഡിംഗ് ലൈനിൽ നിൽക്കണം, അത് ക്രോസ് ചെയ്ത് വരാൻ പാടില്ല. ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കൺട്രോൾ ലൈൻ കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ളൊരു ലൈനാണ്. സംഭവം ഉദ്ദേശം ഒന്ന് തന്നെയാണ്, പക്ഷേ ഈ ഷോപ്പിംഗ് മോൾസ് പോലത്തുള്ള സ്ട്രക്ചേഴ്സ് കൺട്രോൾ ലൈനിനകത്ത് നിൽക്കണം എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കാരേജ് വേ തന്നെയാണ്. അടുത്ത ചോദ്യം. ദ റോക്സ് ഫോംഡ് ബൈ ദ മോൾട്ടൺ മാഗ്മ ഈസ് കോൾഡ്. രണ്ടോ പീസ് വിടാം. ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റമോർഫിക്. സെഡിമെന്ററി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസ്ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ഷൻ, സെഡിമെന്റ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന സാധനമാണ് സെഡിമെന്ററി റോക്സ്. മെറ്റമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് അല്ലെങ്കിൽ കെമിക്കൽ ആക്ഷൻ കൊണ്ട്. ഇഗ്നിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോംഡ് ബൈ മോൾട്ടൺ മാഗ്മ. ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. ഇത് മൂന്നും ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് ആണ്. അപ്പോൾ ഇഗ്നിയസ് റോക്സിനകത്ത് കോമൺ ആയിട്ട് വരുന്ന രണ്ട് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. സെഡിമെന്ററി റോക്സിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, ഷെയില്, ലാറ്ററൈറ്റ് ഇതുപോലത്തുള്ള റോക്സ് ആണ്. മെറ്റമോർഫിക്കിലോട്ട് വരുമ്പോൾ മാർബിൾ, സ്ലേറ്റ്, ക്വാർട്സൈറ്റ് എക്സെട്ര ഒക്കെയാണ് മെറ്റമോർഫിക്സിൽ വരുന്നത്. ഇതെല്ലാം ഓർക്കുക, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതുപോലെ തന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മാർബിൾ എടുക്കുക. മാർബിൾ ഒരു മെറ്റമോർഫിക് റോക്കാണ് ജിയോളജിക്കലി. കെമിക്കലി മാർബിൾ ഒരു കാൽക്കേറിയസ് റോക്കാണ്. കാൽക്കേറിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കണ്ടന്റ് കൂടുതലുള്ള റോക്ക്. ആർജിനീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടന്റ് കൂടുതലുള്ള റോക്ക്. സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ സിലിക്ക കണ്ടന്റ് കൂടുതലുള്ള റോക്ക്. അപ്പോൾ റോക്സിന്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒരു റോക്ക് പഠിക്കുവാണെങ്കിൽ ആ റോക്ക് ജിയോളജിക്കലി എവിടെയാണ് വരുന്നത്, ആ റോക്ക് കെമിക്കലി എവിടെയാണ് വരുന്നത് എന്നുള്ളതും കൂടി ചേർത്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം ഇവിടെ മോൾട്ടൺ മാഗ്മയിൽ ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 26ാമത്തെ ചോദ്യം. ട്രിംഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ് ഈസ്. ഇതും ഗ്രാഫിക്സിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ഓവർസിയർ ഗ്രേഡ് 3-ന് പല പല സൈസ് A0, A1, A2, A3 അങ്ങനെ എല്ലാ സൈസിൻ്റെയും ഡ്രോയിങ് ഷീറ്റിൻ്റെയും സൈസിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അത് ട്രിംഡ് സൈസും അൺട്രിംഡ് സൈസും ഉണ്ട്. ട്രിംഡ് സൈസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 420x594 mm ആണ് നമ്മുടെ ട്രിംഡ് സൈസ് ഓഫ് എൻ A2 ഡ്രോയിങ് ഷീറ്റ്. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ A0 മുതൽ A5 വരെയുള്ള ഡ്രോയിങ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രിംഡ് സൈസ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൺട്രിംഡ് സൈസും കൊടുത്തിട്ടുണ്ട്. ട്രിംഡ് എന്തായാലും നല്ല പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. അൺട്രിംഡ് അങ്ങനെ അധികം അങ്ങോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. എക്സാക്ട് വാല്യൂ തന്നെ പഠിക്കണം എന്നില്ല. നമുക്ക് ഉദ്ദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 841 തന്നെ ഇവിടെ റിപ്പീറ്റ് ആവുന്നു, 594 ഇവിടെ റിപ്പീറ്റ് ആവുന്നു, 420 റിപ്പീറ്റ് ആവുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ടാബുലർ കോളം പോകുന്നത്. അപ്പോൾ പ്രിസൈസ്ലി നിങ്ങൾ ഈ വാല്യൂ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു ഉദ്ദേശം റേഞ്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈസിലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർസിയർ ഗ്രേഡ് 3-ന് ഏതൊരു ഓവർസിയർ ഗ്രേഡ് 3 പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ.
അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് A2 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് 420x594 mm. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1 kilogram ഈസ് ഈക്വൽ ടു ഡാഷ് പൗണ്ട്സ്. 1 kilogram ഈസ് ഈക്വൽ ടു ഡാഷ് പൗണ്ട്സ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, ഈ FPS സിസ്റ്റം, ഫീറ്റ് പൗണ്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ്സ് SI യൂണിറ്റ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ FPS-ന്റെ യൂണിറ്റ്സിനെ പറ്റിയിട്ടൊരു ധാരണ വേണം. ഓവർസിയർ പേപ്പറുകളിൽ FPS-നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. നമ്മൾ ഒരു ചോദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇവിടെ പൗണ്ടിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 kilogram ഈസ് ഈക്വൽ ടു 2.205 പൗണ്ട്സ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഞാനിവിടെ ഒരു ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 1 pound is equal to 16 ounce, 1 kilogram is equal to 2.2 pounds, റൗണ്ടിൽ എഴുതിയിരിക്കുന്നതാണ്. 1 quintal is equal to 100 kg, 1 ton is equal to 1000 kg. അപ്പോൾ ഈ ഒരു ടാബുലർ കോളത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവുക. ചിലപ്പോൾ ഈ FPS സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ് ഫാക്ടർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ FPS സിസ്റ്റത്തിന്റെ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ കാര്യങ്ങൾ നോക്കുക, അത് SI യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെയാണ് CGS സിസ്റ്റവും കൂടി ഒന്ന് നോക്കുക. ബാക്കി സിസ്റ്റങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം, അതിൽ നിന്ന് അങ്ങനെയൊന്നും ചോദ്യങ്ങൾ വരാറില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഗ്രാജുവേഷൻ ഇൻ എ പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ്. ഒരു പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ഗ്രാജുവേഷൻ ഹാസ് 0 at south, ശരിയാണ്. ഇൻവേർട്ടഡ് ആണ്. ഇറ്റ് വേരീസ് ഫ്രം 0 to 360 ഡിഗ്രി, ശരിയാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും ഇവിടെ ശരിയാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ. അപ്പോൾ പ്രിസ്മാറ്റിക് കോമ്പസ് ആൻഡ് സർവേയേഴ്സ് കോമ്പസ് സ്ഥിരമായിട്ട് ഗ്രേഡ് 3 ഒരു ചോദ്യം വരാറുള്ളൊരു സോണാണ്. കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. പ്രിസ്മാറ്റിക് കോമ്പസ് അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സർവേയേഴ്സ് കോമ്പസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെയും ഒരു സർവേയേഴ്സ് കോമ്പസിൻ്റെയും ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 സൗത്തിലാണ്, 180 ഡിഗ്രിയിലാണ് നോർത്ത് വരുന്നത്. അതൊരു ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. 0, 90, 180, 270, വീണ്ടും 0 അല്ലെങ്കിൽ 360 വരുന്നു. നേരെ മറിച്ച് സർവേസ് കോമ്പസിലോട്ട് വരുമ്പോഴത്തേക്കും നോർത്തിലും സൗത്തിലും രണ്ടിടത്തും 0 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാഡ്രന്റ് സർക്കിൾ ബെയറിംഗ് സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ്, വേറെയും പോയിന്റ്സ് ഉണ്ട്. എല്ലാ പോയിന്റ്സും നല്ലപോലെ തന്നെ നോക്കിയിട്ട് പോവുക. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഈ 180 ഡിഗ്രി 0 ഡിഗ്രി വരുന്ന ലൊക്കേഷനെ പറ്റിയിട്ടുള്ള ചോദ്യവും, അതുപോലെ തന്നെ ഹോൾ സർക്കിൾ ബെയറിംഗ്, ക്വാഡ്രന്റ് സർക്കിൾ ബെയറിംഗിൽ എന്ന ആ ഉത്തരം വരുന്ന രീതിയിലുള്ള ചോദ്യവുമാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഡിഫറൻസ് എല്ലാ പോയിന്റും നന്നായിട്ട് തന്നെ അറിയാം. ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പസ് സർവേയിങ് ഈസ്. കോമ്പസ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ, ട്രാവേഴ്സിംഗ്, പാരലലിസം, നൺ ഓഫ് ദി അബോവ്. കോമ്പസ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ ട്രാവേഴ്സിംഗ് ആണ്. നമ്മൾ കോമ്പസ് സർവേയുടെ ഒരു ചോദ്യം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ ലോക്കൽ അട്രാക്ഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പൽ ട്രാവേഴ്സിംഗ് ആണ്. ട്രാവേഴ്സിംഗ് എന്താണ്? സിംപ്ലി പ്ലോട്ടിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്താണ്? ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ ആണ്. ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സീരീസ് ഓഫ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും 30 ഡിഗ്രിയിൽ കുറഞ്ഞു നിൽക്കാനും പാടില്ല, 120 ഡിഗ്രിയിൽ കൂടി നിൽക്കാനും പാടില്ല. ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ, കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിൾ ട്രാവേഴ്സിംഗ്. അപ്പോൾ പാരലിസം ഏതിന്റെ പ്രിൻസിപ്പിൾ ആണ്? പാരലിസം പ്ലെയിൻ ടേബിളിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് സർവേയുടെയും അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളത് ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം. വലിയ ഫ്രീക്വൻസിയിൽ വന്നില്ലെങ്കിൽ കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ് ഈ സർവേയിങ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിൾ ട്രാവേഴ്സിംഗ്. അടുത്ത ചോദ്യം. ദ ഡാറ്റം അഡോപ്റ്റഡ് ഫോർ ഇന്ത്യ ഇസ്. മീൻ സീ ലെവൽ അറ്റ് മുംബൈ. ഇതും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മീൻ സീ ലെവൽ അറ്റ് മുംബൈ ആണ് നമ്മൾ ഡാറ്റമായിട്ട് റെഫറൻസ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മൾ മീൻ സീ ലെവൽ അറ്റ് മുംബൈ നമ്മുടെ ഡാറ്റമായത്. ഇൻഡിപെൻഡൻസിന് മുന്നേ അത് കറാച്ചി ആയിരുന്നു, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അത് ഒഴിവാക്കി ഡാറ്റം ഇപ്പം നമ്മൾ മീൻ സീ ലെവൽ അറ്റ് മുംബൈ ആണ് നമ്മൾ ഡാറ്റമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ബോണ്ട് ഓൾട്ടർനേറ്റ് കോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രിക്ക് തന്നെയാണ് ചോദ്യം. അപ്പോൾ ഞാൻ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ബ്രിക്ക് ഒരു കാരണവശാലും ബ്രിക്കിൽ നിന്ന് ഒരു സാധനം പോലും സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ വേണം ബ്രിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈസി ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ബ്രിക്കിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഹോസ്മൻ സ്കിന്ന്, ബുൾ ട്രെഞ്ച് സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. പൊതുവേ എല്ലാവരും ഒന്ന് ഒഴിവാക്കി വിടുന്ന ഒരു സോണാണ്. അതുപോലെ തന്നെ ബോണ്ടിന്റെ കാര്യം.
ഈ ഇംഗ്ലീഷും ഫ്ലെമിഷും ഹെഡർ സ്ട്രക്ചർ ബോണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബോണ്ടുകളല്ലാതെ ബാക്കിയുള്ള ബോണ്ടിനെ പറ്റിയിട്ടും അത്യാവശ്യം നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് കോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഏതാണ് ഉത്തരം? ഇംഗ്ലീഷ് ബോണ്ട് ആണ് അല്ലേ? ഇംഗ്ലീഷ് ബോണ്ട് കണ്ടെയ്ൻ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ കോഴ്സ് വരുന്നു, പിന്നെ ഒരു ഹെഡർ കോഴ്സ് വരുന്നു, പിന്നെ വീണ്ടും ഒരു സ്ട്രക്ചർ കോഴ്സ്, ഹെഡർ കോഴ്സ്, അങ്ങനെയാണ് ഇംഗ്ലീഷ് ബോണ്ട് പോകുന്നത്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും രണ്ടും കാണുന്ന രീതിയിലുള്ള ഒരു ബോണ്ടാണ് ഫ്ലെമിഷ് ബോണ്ട്. പ്രധാനമായിട്ട് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക്കലി ആർക്കിടെക്ചറലി കാണാൻ ഭംഗി ഫ്ലെമിഷ് ബോണ്ട് ആയിരിക്കും. പക്ഷെ സ്ട്രെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ടാണ് ബെറ്റർ സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, എക്കണോമിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് എക്കണോമിക്കൽ സൈഡ് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ ആഷ്ലാർ ഫൈൻ മേസണറി, ഓക്കെ, ദ ജോയിന്റ് തിക്നെസ് ഡസ് നോട്ട് എക്സീഡ്. എന്താണ്? സ്റ്റോൺ മേസണറിയിലാണ് ചോദ്യം വരുന്നത്. ആഷ്ലാർ ഫൈൻ മേസണറി. ആഷ്ലാർ മേസണറി കൺസിസ്റ്റ് ഓഫ് ബ്ലോക്സ് ഓഫ് ആക്യുറേറ്റ്ലി ഡ്രസ്ഡ് സ്റ്റോൺസ്. നന്നായിട്ട് ഡ്രസ് ചെയ്ത് പ്രോപ്പർലി ഒരു ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോൺസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, വിത്ത് എക്സ്ട്രീംലി ഫൈൻ ബെഡ്സ് ആൻഡ് ജോയിന്റ്സ്. അപ്പോൾ ആഷ്ലാർ ഫൈൻ മേസണറി ആണെങ്കിൽ ഇവിടെ ദ സൈഡ് ജോയിന്റ്സ് ഇൻ ദിസ് ടൈപ്പ് ദ വർക്ക് ഷുഡ് നോട്ട് എക്സീഡ് 3 mm ഇൻ തിക്നെസ്. നമ്മുടെ ചോദ്യം അത് തന്നെയാണല്ലേ, 3 mm ഇൻ തിക്നെസ്സിനേക്കാൾ മുകളിലോട്ട് പോകാൻ പാടില്ല. റഫ് മേസണറി ആണെങ്കിൽ തിക്നെസ് ഓഫ് ദ ജോയിന്റ് 6 mm മുകളിലോട്ട് പോകാൻ പാടില്ല. ഫൈൻ മേസണറി ആണെങ്കിൽ 3 mm, റഫ് മേസണറി ആണെങ്കിൽ 6 mm. ഓർത്ത് വെക്കുക, റഫ് മേസണറി അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇൻഫാക്ട് ഈ ക്വസ്റ്റ്യൻ വളരെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമൊന്നും അല്ല ഇത്. വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അധികം ചോദിച്ചിട്ടില്ല ഈ ഒരു ചോദ്യം. പക്ഷെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോൺ മേസണറിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡയഗണൽ സ്കെയിൽ ഈസ് മെഷേർഡ് ടു ഡാഷ് യൂണിറ്റ്സ്. ഡയഗണൽ സ്കെയിൽസ് ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. ഡയഗണൽ സ്കെയിൽസ് 3 യൂണിറ്റ്സ് ആണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്ലെയിൻ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 2 ഡയമെൻഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്, ഒരു യൂണിറ്റും അതിന്റെ സബ് മൾട്ടിപ്പിൾസും. അതായത് മീറ്റർ മെഷർ ചെയ്യുന്നു, 1/10 ഓഫ് മീറ്റർ ഡെസിമീറ്റർ മെഷർ ചെയ്യുന്നു. ഡയഗണൽ സ്കെയിൽ പറയുമ്പോഴത്തേക്കും അത് 3 ഡയമെൻഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഒരു യൂണിറ്റ് മെഷർ ചെയ്യുന്നു, അതിന്റെ സബ് മൾട്ടിപ്പിൾ മെഷർ ചെയ്യുന്നു, അതിന്റെ സബ് മൾട്ടിപ്പിൾ മെഷർ ചെയ്യുന്നു. മീറ്റർ 1/10 ഓഫ് മീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നു. അതേപോലെ 1/100 ഓഫ് മീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നു. 1/10 ഓഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഡെസിമീറ്റർ ആണ്, 1/100 ഓഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഡയഗണൽ സ്കെയിൽ 3 ഡയമെൻഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. പ്ലെയിൻ സ്കെയിൽ ആണെങ്കിൽ 2 ഡയമെൻഷൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ ആണ്. അടുത്ത ചോദ്യം, M10 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് സ്റ്റാൻഡ്സ് ഫോർ M10. M10 1:3:6. ഈ 1 എന്ന് പറയുന്നത് സിമെന്റ്, 3 എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ്, 6 എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ്. സിമെന്റ് ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഈസ് ടു കോഴ്സ് അഗ്രിഗേറ്റ്. ഇപ്പോൾ ഞാൻ M5 മുതൽ M25 വരെയുള്ള കോൺക്രീറ്റിന്റെ മിക്സ് പ്രപ്പോർഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. M5 എന്ന് പറയുമ്പോൾ 1:5:10. M7.5 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ ഇടയിൽ, M10 അല്ല വരുന്നത്, 1:4:8. M10 1:3:6. M15 1:2:4. M20 1:1.5:3. M25 എന്ന് പറഞ്ഞാൽ 1:1:2. ഇതിന് ശേഷം അങ്ങോട്ടുള്ള M30 M40 ഒക്കെ മിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഡിസൈൻ മിക്സ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു റേഷ്യോ സ്പെസിഫിക്കേഷൻ നമുക്ക് M25 മുകളിലോട്ടുള്ള മിക്സിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഈവൻ ഓവർസിയർ ഗ്രേഡ് 1-ലും A-യിൽ പോലും ഇങ്ങനത്തെ ടേബിളിനെ ബേസ് ചെയ്ത് ഒരു ഗ്രേഡിന്റെ മിക്സ് പ്രപ്പോർഷൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. M25 വരെ ചോദിക്കത്തുള്ളൂ, കാരണം ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം മിക്സ് ഡിസൈൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം M10 ആണ്. M10ന്റെ 1:3:6. അടുത്ത ചോദ്യം, കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ റെക്കമെൻഡഡ് സ്ലംപ് ഇസ്. കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ, ഈ റെക്കമെൻഡഡ് സ്ലംപും ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനത് സ്ലം ടെസ്റ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. വർക്കബിലിറ്റിയുടെ ടെസ്റ്റ്, പല സ്ലം വാല്യൂസിനെ പറ്റിയിട്ടും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓവർസിയറിന് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ചോദ്യം സോണാണത്, ഈ സ്ലംപ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷന്റെ റെക്കമെൻഡഡ് സ്ലംപ് എന്ന് പറഞ്ഞാൽ 20 to 40 mm. അപ്പം ഞാനിവിടെ കുറെ ടൈപ്പ് ഓഫ് കോൺക്രീറ്റും റെക്കമെൻഡഡ് സ്ലം വാല്യൂസിന്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 20 to 40 mm. കോൺക്രീറ്റ് ഫോർ ടോപ്പ് ഓഫ് കർബ്സ്, പാരപെറ്റ്സ്, പിയേഴ്സ്, സ്ലാബ്സ് ആൻഡ് വാൾസ് ആണെങ്കിൽ 40 to 50 mm. കനാൽ ലൈനിങ് ആണെങ്കിൽ
70 to 80 mm, നോർമൽ RCC വർക്ക് 80 to 150 mm, മാസ് കോൺക്രീറ്റ് 20 to 50 mm, കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് 10 to 25 mm. അപ്പോൾ ഈ ഒരു ടേബിൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വളരെ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമൊന്നും അല്ല ഓവർസിയർ ഗ്രേഡ് 3 സംബന്ധിച്ച്, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലും ഇമ്പോർട്ടന്റ് അല്ല എന്നിവിടെ പറയില്ല, കാരണം ഓവർസിയറിന് അറിയാമല്ലോ എല്ലാവർക്കും ഒരു റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെയാണ്. ഏറ്റവും കൂടുതൽ മോർ ദാൻ 90 ക്വസ്റ്റ്യൻസും എപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഴയ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഫസ്റ്റ് ടൈം ആണ് പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫർദർ വരുന്ന എക്സാമിലെ ചോദ്യ പേപ്പറുകളിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറയുന്നത് ഓവർസിയർ എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. The inclined or splayed surface of the abutment of an arch is called. സ്ക്യൂ ബാക്ക് ആണ് ഉത്തരം. ക്രൗണ്, സ്പ്രിഞ്ചിങ് ലൈൻ, എക്സ്ട്രാഡോസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആർച്ചിന്റെ ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ആർച്ച് ഒരുപാട് റെപ്പിറ്റേറ്റീവ് നേച്ചറുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഒരു സോൺ തന്നെയാണ്. ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ആർച്ചിനെയാണ് ഞാൻ ക്രൗൺ എന്ന് പറയുന്നത്. ക്രൗൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ ഉപയോഗിക്കുന്ന ഓസിയോറിനെയാണ് ഞാൻ കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓരോ കമ്പോണൻസും ഓരോ വോസിയസ് ആണ് ഞാൻ അതിനെ ന്യൂമറോളജിക്കലി പറയുക. അപ്പോൾ ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫസ് ഓഫ് ദ അബട്ട്മെന്റ് ഓഫ് എൻ ആർച്ച് ഇസ് കോൾഡ് എ സ്ക്യൂ ബാക്ക്. അപ്പോൾ എന്താണ് സ്പ്രിഞ്ചിങ് ലൈൻ? ദ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ ത്രൂ ദ ജംഗ്ഷൻ ഓഫ് ദ വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ ഇമ്പോസ്റ്റ് വിത്ത് ദ കർവ് ഓഫ് ദി ഇൻട്രാഡോസ്. സ്പ്രിഞ്ചിങ് ലൈൻ. എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ ദ കർവ് വിച്ച് ബൗണ്ട് ദി അപ്പർ എഡ്ജ് ഓഫ് ദി ആർച്ച്. ഞാൻ ഈ ഓപ്ഷനിലുള്ള കമ്പോണൻസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആർച്ചിൽ നിന്നൊക്കെ എന്തോരം ക്വസ്റ്റ്യൻ ആണ്. ഇൻഫാക്ട് ആർച്ചിലെ എല്ലാ കമ്പോണൻസിനെയും കണക്ട് ചെയ്ത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഓവർസിയർ പേപ്പറുകളിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആർച്ചും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ആർച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എല്ലാ സോണും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ബ്രിക്ക് സ്കിപ്പ് ചെയ്യരുത്, സ്റ്റോൺ സ്കിപ്പ് ചെയ്യരുത്, ആർച്ച് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഗ്ലാസസിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അയൺ ഓസിൽ നിന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അങ്ങനെ ചോദ്യങ്ങൾ കുറഞ്ഞു വന്നിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് പോർഷൻസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെറിയ കോംപ്രമൈസ് ഒക്കെ നടത്താം. ബാക്കി ഈ ബ്രിക്ക്, സ്റ്റോണ്, ഡോറ്, അതുപോലെ തന്നെ ആർച്ചസ്, സ്റ്റെയേഴ്സ്, അവിടെയൊന്നും നമുക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം 37. ദ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഫോമിംഗ് ദ കോഴ്സ് ഓഫ് എൻ ആർച്ച്. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. ഓരോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയും നമ്മൾ ആർച്ചിന്റെ കോഴ്സിനെ ഫോം ചെയ്യുന്ന വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ നമ്മൾ പറയുന്നത് ഒസോയസ് എന്നാണ്. ഓപ്ഷൻ സി. അപ്പോൾ ആ ഒരു ട്രജക്ടറിനെ നമ്മൾ ആർക്കേഡ് എന്ന് പറയും. സീരീസ് ഓഫ് ഒസോയസ് അറേഞ്ച്ഡ്, അതിനെ നമ്മൾ ആർക്കേഡ് എന്ന് പറയും. അപ്പോൾ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഫോമിംഗ് ദ കോഴ്സ് ഓഫ് എൻ ആർച്ച് ഈസ് നോൺ ആസ് ഒസോയസ്. ദ ടോപ്പ് മോസ്റ്റ് ഒസോയർ ഈസ് കോൾഡ് എ കീ ഓർ എ കീ സ്റ്റോൺ. ഒസോയർ അറ്റ് ദ ക്രൗൺ. ക്രൗൺ ഇസ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദി എക്സ്ട്രാഡോസ്. അപ്പോൾ റൈസ് എന്താണ്? ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പ്രിഞ്ചിങ് ലൈൻ ആൻഡ് ദി ക്രൗൺ. അത്യാവശ്യം വേണ്ട ടെർമിനോളജീസ് എല്ലാം വീണ്ടും ഇവിടെ മറ്റൊരു സ്കെച്ചിൽ ആർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെർമിനോളജീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർച്ച് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആർച്ച് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സിൽ ബിയോണ്ട് ദ ഫേസ് ഓഫ് ദ ഫ്രെയിം ഓഫ് ഡോർ ഓർ വിൻഡോ. ദ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ, വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ എന്താണ് വിളിക്കുന്നത്? നമ്മൾ ഹോൺ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി ഹോൺ ആണ് ഇവിടെ നമ്മുടെ ഉത്തരം. അപ്പോൾ സാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം ഡിസൈൻ ടു ക്യാരി ഗ്ലാസസ്. ഗ്ലാസ് ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിമിനാണ് സാഷ് എന്ന് പറയുന്നത്. മുള്ളിയൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് ദി ഡോസ്. വെർട്ടിക്കൽ മെമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് ദ ഡോസ് ഓർ വിൻഡോസ് വെർട്ടിക്കലി. ഹോൺ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ പ്രൊജക്റ്റഡ് പോർഷൻ ഓഫ് ഹെഡ് ബിയോണ്ട് ദ ഫ്രെയിം. ഒരു പ്രൊജക്റ്റഡ് പോർഷൻ ഫ്രെയിമിന് വെളിയിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിന്നാൽ നമ്മൾ അതിനെ ഹോൺ എന്ന് പറയും. ലോവർ എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് ടിമ്പർ വിച്ച് ഇസ് ഫിക്സ്ഡ് ഇൻ എൻ ഇൻക്ലൈൻഡ് പൊസിഷൻ വിത്തിൻ എ ഫ്രെയിം. അപ്പോൾ ഡോറിന്റെ കമ്പോണൻസ്, റൂഫിന്റെ കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കമ്പോണൻസും എല്ലാ ടെർമിനോളജീസും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എന്താണ് ചെയ്യുന്നത്, അതിന്റെ പേർപ്പസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഡോസ് ഒരുപാടുണ്ട്. ടൈപ്സ് ഓഫ് വിൻഡോസും ഒരുപാടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. മാറി മാറി ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഓവർസിയറിന്. അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ചോദ്യം.
ദ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വെൽ ഫോംഡ് എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ് ഈസ് കോൾഡ്. ഒരു പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പിംഗ് ഇൻക്ലൈൻഡ് റൂഫ്, ഒരു ഹൊറിസോണ്ടലുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന റൂഫ്. അതിലെ ട്രയാങ്കുലർ അപ്പർ പാർട്ടിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഗ്യാബിൾ ആണെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. 39 ഓപ്ഷൻ ബി. ഓക്കെ, ഈവ്സ് എന്ന് പറഞ്ഞാൽ ലോവർ എഡ്ജ് ഓഫ് എ പിച്ച്ഡ് റൂഫ് യൂസ് ടു ഡ്രെയിൻ ഔട്ട് വാട്ടർ. ഈവ്സ്, ഈ ബോർഡ്സ് ഒക്കെ നമ്മൾ റൂഫിന്റെ ഇങ്ങനെ താഴെ ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്യാബിൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് പാർട്ട് ഓഫ് എ വെൽ ഫോംഡ് എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ്. ഞാൻ ഈ ടെർമിനോളജീസ് ജസ്റ്റ് ഓപ്ഷനിൽ വരുന്ന ടെർമിനോളജീസ് മാത്രമാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, റൂഫിന്റെ പല ടൈപ്പ് റൂഫ്, അതിന്റെ എല്ലാത്തിന്റെയും ഓരോ ടെർമിനോളജീസും നല്ലപോലെ തന്നെ പഠിക്കുക. റൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൺ കൂടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 40. ദ സ്മോൾ ബ്ലോക്ക് ഓഫ് വുഡ് വിച്ച് ആർ ഫിക്സ്ഡ് ഓൺ ദ ട്രസ് ടു പ്രിവെന്റ് ദ സ്ലൈഡിംഗ് ഓഫ് ദ പർലിൻസ് ഇസ് കോൾഡ്. ക്ലീറ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ 40 ക്ലീറ്റ്. ക്ലീറ്റ് ഇസ് എ സ്മോൾ ബ്ലോക്ക് ഓഫ് വുഡ് വിച്ച് ഇസ് ഫിക്സ്ഡ് ടു പ്രിവെന്റ് ദ സ്ലൈഡിംഗ് ഓഫ് ദി പർലിൻസ്. ബാറ്റൻസ് എന്നത് എന്താണ്? സ്മോൾ ടിമ്പർ പീസ് വിച്ച് കണക്ട്സ് റൂഫ് കവറിംഗ് മെറ്റീരിയൽ ടു കോമൺ റാഫ്റ്റർ. റൂഫ് കവറിംഗ് മെറ്റീരിയലിനെയും കോമൺ റാഫ്റ്ററിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടിമ്പർ പീസിനെയാണ് നമ്മൾ ബാറ്റൻസ് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ റൂഫിന്റെ ഇൻക്ലൈൻഡ് സർഫസ് ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ആംഗിൾ ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത് മെഷേർഡ് ഇൻ ഡിഗ്രീസ് ആണ്. ഓക്കെ, പിന്നെ ഹിപ്പ്, വാലി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെർമിനോളജീസ് എല്ലാം റൂഫിന്റെ അവിടെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ പോവുക. അടുത്ത ചോദ്യം 41. The outer line of an object are drawn using dash pencil. HB, H, 2H, 3H. ഔട്ടർ ലൈൻസ് എല്ലാം നമ്മൾ ഡ്രോ ചെയ്യുന്നത് H വെച്ചിട്ടാണ് അല്ലേ? ഇവിടെ H എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഹാർഡ്നെസ് ഓഫ് ദ പെൻസിൽ ആണ്. B റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലാക്ക്നെസ് ഓഫ് ദ പെൻസിൽ അല്ലെങ്കിൽ ബോൾഡ്നെസ് ഓഫ് ദ പെൻസിൽ ആണ്. അപ്പോൾ H പെൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ പെൻസിൽ ലൈറ്റസ്റ്റ് ആണ്. അതായത് ബോൾഡിന്റെ ടേംസിൽ അത്ര ബോൾഡ് അല്ല ലെറ്റേഴ്സ്, അത് ഹാർഡാണ്. 9B എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്കസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഹാർഡ്. ഭയങ്കര ഡാർക്ക് ആയിരിക്കും അത്, പക്ഷേ ലീസ്റ്റ് ഹാർഡാണ്. അപ്പോൾ 18 ഗ്രേഡ്സ് ഓഫ് പെൻസിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2H ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ, സെൻട്രൽ ലൈൻ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. H ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻ, വിസിബിൾ ലൈൻ, ഫിനിഷിംഗ്, ഡയമെൻഷനിങ്, ലെറ്ററിങ്, ആരോസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ H ഉപയോഗിക്കുന്നത്. HB ഉപയോഗിക്കുന്നത് സ്കെച്ചിങ് പേർപ്പസിനാണ്. ഓക്കെ, അങ്ങനെ ഓരോ ഗ്രേഡ് ഓഫ് പെൻസിലിനും ഓരോ പേർപ്പസ് പറയുന്നുണ്ട്. പക്ഷെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഇതിൽ നിന്നാണ് ചോദ്യം, ഇത് ചുറ്റിപ്പറ്റിയിട്ടാണ് ചോദ്യം വരാറ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ H ആണ്. H ഇസ് എ ലൈറ്റസ്റ്റ് ആൻഡ് ദി ഹാർഡസ്റ്റ്. അടുത്ത ചോദ്യം, ഡാഷ് ലൈൻ ഷോസ് ദ എഡ്ജ് ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ ഇൻ ജോമെട്രിക്കൽ ഡ്രോയിങ്. ലോങ് ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്, കട്ടിംഗ് പ്ലെയിൻ, ഹിഡൻ ലൈൻ. കട്ടിംഗ് പ്ലെയിൻ ആണ് നമ്മുടെ ഉത്തരം. ഇപ്പൊ ലോങ് ബ്രേക്ക് ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ഷോ ലോങ് ബ്രേക്ക്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അല്ലേ. ഷോർട്ട് ബ്രേക്ക് ലൈൻ എന്താണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ഷോ ഇറഗുലാർ ബൗണ്ടറീസ്. ഷോർട്ട് ബ്രേക്ക് ലൈൻ യൂസ് ചെയ്യുന്നത് ഇറഗുലാർ ബൗണ്ടറീസ് കാണിക്കാനാണ്. കട്ടിംഗ് പ്ലെയിൻ ആണ് നമ്മുടെ ഉത്തരം. ഇറ്റ്സ് ലൈൻ ഷോയിങ് ദ എഡ്ജസ് ഓഫ് ദി സെക്ഷൻ പ്ലെയിൻ. ഹിഡൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ എഡ്ജസ്, സർഫസ് ആൻഡ് കോർണേഴ്സ് വിച്ച് കനോട്ട് ബി സീൻ. കാണാൻ പറ്റാത്ത എഡ്ജസിനെയും സർഫസിനെയും കോർണേഴ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഡൻ ലൈൻസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, കട്ടിംഗ് പ്ലെയിൻ. 43ാമത്തെ ചോദ്യം, ഡാഷ് വെർനിയർ ഈസ് പ്രൊവൈഡഡ് ഇൻ അപ്നി ലെവൽ. ഡയറക്റ്റ് ആണോ, റെട്രോഗ്രേഡ് ആണോ, ഡബിൾ ആണോ, എക്സ്റ്റെൻഡഡ് ആണോ? എക്സ്റ്റെൻഡഡ് വെർനിയർ ആണ് അപ്നി ലെവലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെർനിയർ ഓഫ് എക്സ്റ്റെൻഡഡ് ടൈപ്പ് ഇസ് ഹാവിംഗ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 5 minutes to 10 minutes ആൻഡ് ഇസ് യൂസ് ഇൻ അപ്നി ലെവൽ. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിനേക്കാൾ നമുക്ക് ഇവിടെ കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത് ഈ ഡയറക്റ്റ് വെർനിയർ, റെട്രോഗ്രേഡ് വെർനിയർ, എക്സ്റ്റെൻഡഡ് വെർനിയറിന്റെ ഒക്കെ കുറച്ച് പോയിന്റ്സ് ആണ്. ഡയറക്റ്റ് വെർനിയറിൽ n ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ ഇസ് ഈക്വൽ ടു n-1 ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ. റെട്രോഗ്രേഡ് ആണെങ്കിൽ n ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ ഇസ് ഈക്വൽ ടു n+1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. എക്സ്റ്റെൻഡഡ് വെർനിയർ ആണെങ്കിൽ n ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ ഇസ് ഈക്വൽ ടു 2n-1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, ഈ ഒരു കമ്പാരിസൺ, വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലുമായിട്ടുള്ള കമ്പാരിസൺ, ഓരോ വെർനിയേഴ്സിനെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്യാവശ്യം റെപ്പറ്റേറ്റീവ് നേച്ചറും ഉണ്ട് അതിന്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഇസ്. സ്റ്റാൻഡേർഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഡയഗണൽ ലെങ്ത് ആണ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റും ബേസും എല്ലാം സെയിം ആയിരിക്കും. അതിന്റെ ഡയഗണൽ ലെങ്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള
എത്രയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. 22 സെൻറ്റിമീറ്റർ ആണ് പ്രിസൈസ്ലി വരിക. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ നമുക്ക് നിയറസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ 20 സെൻറ്റിമീറ്റർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് എ സ്കെയിൽ സ്റ്റാൻഡേർഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഡയഗണൽ സ്കെയിൽ അല്ലെങ്കിൽ ഡയഗണൽ പാർട്ടിൻ്റെ ലെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് 22 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ദ സൈസ് ഓഫ് ന്യൂമറൽസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ടോളറൻസ് ഈസ് ഡാഷ് എം. സൈസ് ഓഫ് ന്യൂമറൽസ്, ഇതും ഗ്രാഫിക്സിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ്. സൈസ് ഓഫ് ന്യൂമറൽസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ടോളറൻസ് ഈസ് 3.5 mm. യൂഷ്വലി അതിന്റെ റേഞ്ച് ആണ് പറയുന്നത്. ന്യൂമറൽസ് ഫോർ റൈറ്റിംഗ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോട്ട്സ്, ഫിഗർ, ഡയമെൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 to 4 mm റേഞ്ചിലാണ് ഈ സൈസ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3.5 ആണ് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല, ഇൻ ബിറ്റ്വീനും സെൻറ്ററും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് ഡയമെൻഷനിങ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്. അലൈൻഡ് യൂണിഡയറക്ഷണൽ നൊട്ടേഷണൽ സിസ്റ്റം, കൺവെൻഷണൽ സിസ്റ്റം. അലൈൻഡ് ഡയമെൻഷണൽ സിസ്റ്റമാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിന് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിവിടെ അലൈൻഡ് ഡയമെൻഷണൽ സിസ്റ്റവും യൂണിഡയറക്ഷണൽ സിസ്റ്റവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടിക്ക് കൊടുത്തിരിക്കുന്നതാണ് ശരിയായ മെത്തേഡ് ഓഫ് അലൈൻഡ് ഡയമെൻഷണൽ സിസ്റ്റം. ഒരു ഡയമെൻഷൻ ലൈൻ ഞാൻ മാർക്ക് ചെയ്യുന്നു, ആരോ ഹെഡ്സ് കൊടുക്കുന്നു, ഞാൻ 30 ആണ് അതിൻ്റെ ഡയമെൻഷൻ എഴുതുന്നു, അതിൻ്റെ മുകളിൽ എഴുതുന്നു, ആരോ ഹെഡ്സിൻ്റെ മുകളിൽ. യൂണി ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എഴുതും. അപ്പം നമ്മളൊരു ഡ്രോയിങ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ത്രൂ ഔട്ട് ദ ഡ്രോയിങ് നമ്മൾ ഒരൊറ്റ ഡയമെൻഷനൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക. അലൈൻഡ് ഡയമെൻഷൻ സിസ്റ്റം വേർട്ടിക്കലി ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ വേർട്ടിക്കലി എഴുതുമ്പോൾ ഞാൻ നമ്പറും അതുപോലെ തന്നെ വേർട്ടിക്കലിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് യൂണി ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും നമ്പറിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, നമ്പർ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് വ്യത്യാസം. യൂണി ഡയറക്ഷനിലും അലൈനും തമ്മിലുള്ള കീ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. വേറെയും ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതും ഈ അലൈൻഡും യൂണി ഡയറക്ഷനിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നല്ലപോലെ ഓർത്ത് തന്നെ വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ എക്സെൻട്രിസിറ്റി ഓഫ് എ ഹൈപ്പർബോള ഈസ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ എക്സെൻട്രിസിറ്റി, ഹൈപ്പർബോള, പാരബോള, അതുപോലെ എലിപ്സ്, ഈ 3 ഷേപ്പിന്റെ എക്സെൻട്രിസിറ്റി വെച്ചിട്ട് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നുമില്ല, ഞാൻ ഇവിടെ ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എലിപ്സ് ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1, പാരബോള ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1, ഹൈപ്പർബോള ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1. അടുത്ത ചോദ്യം, ഈച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് പെന്റഗൺ ഈസ് എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രിയാണ് ഉത്തരം. ഇത് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല അറിയാം, 2n - 4 × 90 ഡിഗ്രി വെയർ n ഇസ് ദ സൈഡ് ഓഫ് ദി ഈ ഷേപ്പ് ഏതാണോ അതിൻ്റെ. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ n = 3. അപ്പം നമുക്ക് ഇന്റീരിയർ ആംഗിൾസ് കിട്ടും, സമ്മേഷൻ, ഇന്റീരിയർ ആംഗിൾസിൻ്റെ സമ്മേഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ചിലപ്പോൾ ഇപ്പം ഒരു ട്രയാങ്കിളിന് നമുക്ക് 180 കിട്ടി, നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആംഗിളും 60 ഡിഗ്രി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. പക്ഷേ എല്ലാ ട്രയാങ്കിളിനും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പെന്റഗണിന്റെ കാര്യത്തിലും ഇതേ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 108 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ കിട്ടും. പക്ഷെ അതല്ല ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു സർക്കിള്, ഞാനൊരു സർക്കിൾ ഞാൻ വരയ്ക്കുവാണെങ്കിൽ, ഒരു പെന്റഗൺ എന്ന് പറഞ്ഞാൽ അതിന് 5 സൈഡ്സ് ഉണ്ടല്ലേ, 5 സൈഡാണ് പെന്റഗൺ. അപ്പോൾ ഞാനൊരു പെന്റഗൺ വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ എനിക്ക് സർക്കിളിനെ സെൻട്രൽ നിന്ന് എനിക്ക് 360 ഡിഗ്രിയിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സർക്കിളിനെ വരയ്ക്കുന്നത് അല്ലേ. 360 ഡിഗ്രി ആംഗിൾ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ഈ 360 ഡിഗ്രീനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 72 ഡിഗ്രിയുടെ 5 ലൈൻ വരയ്ക്കാം. 72 ഡിഗ്രിയുടെ 5 ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ 5 ലൈനും കണക്ട് ചെയ്ത് വെച്ചാൽ എനിക്കൊരു പെന്റഗൺ ആയി. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ഓരോ ഡിഫ്ലക്ഷൻ ആംഗിളും, ഒരു പെന്റഗന്റെ ഓരോ ഡിഫ്ലക്ഷൻ ആംഗിളും എത്രയാണ്? 72 ഡിഗ്രിയാണ് ഒരു പെന്റഗന്റെ ഓരോ ഡിഫ്ലക്ഷൻ ആംഗിളും. 108 ഡിഗ്രി എന്നുള്ളത് അല്ല, ആ ഫോർമുല വെച്ചിട്ടല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഓപ്ഷൻ ബി 72 ഡിഗ്രിയാണ് വരുന്നത്. മേ ബി ഈ ചോദ്യം ആയിരുന്നിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ ചോദ്യ പേപ്പറിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള 5 ചോദ്യങ്ങളിൽ ഒന്ന് അല്ലെ. അടുത്ത ചോദ്യം, സാൻഡ്സ്റ്റോൺ ഈസ് എ ഡാഷ് റോക്ക്, വോൾക്കാനിക്, ഇഗ്നിയസ്, മെറ്റമോർഫിക്, സെഡിമെന്ററി. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു റോക്ക് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ രണ്ടും പഠിക്കുക. അപ്പോൾ സാൻഡ്സ്റ്റോൺ ഒരു ജിയോളജിക്കലി ഒരു സെഡിമെന്ററി റോക്കാണ് സാൻഡ്സ്റ്റോൺ.
ഇഗ്നിയസ് അല്ല, മെറ്റമോർഫിക് അല്ല. വോൾക്കാനിക് ഒരു ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്ക് തന്നെയാണ്. അത് വേറൊരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. വോൾക്കാനിക്, പ്ലൂട്ടോണിക്, ഹൈപ്പർബസാലൊക്കെ പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതിലും ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഒരു ടെർമിനോളജീസിൻ്റെ കാര്യം കൂടി പറഞ്ഞില്ല. അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സാൻഡ്സ്റ്റോൺ ഒരു സെഡിമെന്ററി റോക്കാണ് ജിയോളജിക്കലി. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ഈസ് എ മിനറൽ. ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ്, ഗ്രാനൈറ്റ്, കാൽസൈറ്റ്. ക്വാർട്സൈറ്റ് ഒരു മിനറൽ ആണോ? അല്ല, ക്വാർട്സൈറ്റ് ഒരു റോക്കാണ്. ക്വാർട്സൈറ്റ് ഏത് കാറ്റഗറിയിൽ വരുന്ന റോക്കാണ് എന്ന് ജിയോളജിക്കലി എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഗ്രാനൈറ്റ് അതും ഒരു റോക്കാണ്. അതും ജിയോളജിക്കലി ഒരു ക്ലാസിഫിക്കേഷനകത്ത് വരും. ലാറ്ററൈറ്റും അതുപോലെ തന്നെ റോക്കാണ്. അതും ജിയോളജിക്കലി ഒരു ക്ലാസിഫിക്കേഷനിൽ വരും. നേരെ മറിച്ച് കാൽസൈറ്റ് എന്ന് പറയുന്നത് ഒരു മിനറലാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ക്വാർട്സൈറ്റ് മെറ്റമോർഫിക് റോക്കാണ്, ലാറ്ററൈറ്റ് സെഡിമെന്ററി റോക്കാണ്, ഗ്രാനൈറ്റ് ഒരു ഇഗ്നിയസ് റോക്കാണ്. ഇതെല്ലാം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. കാൽസൈറ്റ് വന്നിട്ട് ഒരു മിനറലാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കാൽസൈറ്റ് ആണ്. 51ാമത്തെ ചോദ്യം. ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ബ്രിക്ക് ഈസ്. ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എത്രയാണ്? ബ്രിക്കിൽ നിന്ന് ഇപ്പൊ തന്നെ എന്തോരം ചോദ്യമായല്ലേ. ഒരു ബ്രിക്കിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 3 മുതൽ 3.5 കിലോ വരെയാണ് ഒരു ബ്രിക്കിന്റെ ആവറേജ് വെയിറ്റ്. അതിന്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ബ്രിക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.8 to 2 വരെയാണ് ബ്രിക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വേരി ചെയ്യുക. ബ്രിക്കിന്റെ ടെസ്റ്റ് ഓൺ ബ്രിക്സ് എല്ലാം നല്ലപോലെ തന്നെ നോക്കിയിട്ട് പോവുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്രിക്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നോ കോംപ്രമൈസ്. അടുത്ത ചോദ്യം 52. ദി ഹാർഡ്നെസ് ഓഫ് എ സ്റ്റോൺ യൂസ്ഡ് ഫോർ റോഡ് വർക്ക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡാഷ് 10, 13, 17, 20. 17 ആണല്ലേ ഉത്തരം. For stones to be used in road work construction, the coefficient of hardness should be greater than 17. റോഡ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സ്റ്റോൺസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസ് 17 മുകളിലായിരിക്കണം. എങ്ങനെ കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസ് കണ്ടുപിടിക്കാം? കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസ് ഇസ് ഈക്വൽ ടു 20 മൈനസ് ലോസ് ഓഫ് വെയിറ്റ് ബൈ 3. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ വാല്യൂ, ഈ കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസിന്റെ വാല്യൂ 14 താഴെയാണെങ്കിൽ സ്റ്റോൺ ഈസ് കൺസിഡർഡ് ആസ് പുവർ. 14 17 ഇടയിലാണെങ്കിൽ മീഡിയം. 17 മുകളിലാണെങ്കിൽ സ്റ്റോൺ ഈസ് കൺസിഡർഡ് ആസ് ഹാർഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചും കൂടി ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ന്യൂമറിക്കലി ചോദ്യം കണ്ടേക്കാം. ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടേക്കാം. കണ്ടാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. മറന്നു പോകരുത്. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. The maximum increase in volume when water is added to fat lime is. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഫാറ്റ് ലൈമിന്റെ വോളിയം ഓൾമോസ്റ്റ് 3 times 2 to 3 times റേഞ്ചിലാണ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. ചിലർ 3 times എന്ന് പഠിച്ചിട്ടുണ്ടാവും, ചിലർ 2 times എന്നായിരിക്കും പഠിച്ചിരിക്കുക. PSC ഫൈനൽ ആൻസർ കീഴിൽ ഇതിന് ഫോളോ ചെയ്തിരിക്കുന്നത് 2.5 times ആണ് ഇൻക്രീസ് വരുന്നത് എന്നുള്ളതാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾ 3 times എന്ന് മേ ബി കണ്ടിട്ടുണ്ടാവും. പക്ഷേ PSCയിൽ നമ്മൾ ഈ 2.5 times പറഞ്ഞ വാല്യൂ ഓർത്ത് വയ്ക്കുക. 2 to 3 times ആണ് അതിന്റെ റേഞ്ച് പറയുന്നത്. അത് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്ലേക്ക് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് 2 to 3 times ആണ് അതിന്റെ റേഞ്ച്. 2.5 പ്രിസൈസ്ലി നമ്മൾ അങ്ങനെ പറയുന്നു. ഓക്കെ, when water is added to fat lime it slakes vigorously and this is most commonly used for white washing, pointings in masonry work. ഫാറ്റ് ലൈമിന്റെ യൂസ്. ലൈം ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ആണ്. പക്ഷെ ലൈമിൽ നിന്ന് ബ്രിക്കോ സ്റ്റെയറോ റൂഫോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം വലിയ ചോദ്യങ്ങൾ വന്നിട്ടില്ല. എന്നാലും ലൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്കിപ്പ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. ലൈം നന്നായിട്ട് തന്നെ പഠിക്കുക. പക്ഷെ കുറച്ചേ ഉള്ളൂ അല്ലേ, ലൈം കുറച്ചേ ഉള്ളൂ. പഠിക്കുന്നത് നന്നായിട്ട് തന്നെ പഠിക്കുക. ലൈമിൽ നിന്ന് ചോദ്യങ്ങൾ റെഗുലർലി കണ്ടുവരാറുണ്ട്, ബ്രിക്കിന്റെ ഫ്രീക്വൻസിയിൽ വരാറില്ലെങ്കിൽ പോലും. ഓക്കെ, അടുത്ത ചോദ്യം. ദി അലവബിൾ സ്ലംബ് ഫോർ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ റോഡ് വർക്കേഴ്സ്. ഇതേപോലത്തെ ഒരു ചോദ്യം, ഓൾമോസ്റ്റ് ഈ സെയിം ചോദ്യം തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ആ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അലവബിൾ സ്ലംബ് നമ്മൾ 20 to 40 എന്ന് പറഞ്ഞ റേഞ്ചിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ 20 to 28 mm എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ആ ഒരു റേഞ്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇത് മാത്രമാണ്, ബാക്കിയെല്ലാം അതിന് പുറത്തോട്ടാണ് അല്ലേ. ഞാൻ വീണ്ടും ആ ടേബിൾ ഒന്നും കൂടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ 20 to 40 mm ആണ് റെക്കമെൻഡഡ് സ്ലം വാല്യൂ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്യുന്നു. 55ാമത്തെ ചോദ്യം. ദ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഇൻ ഹൈ ടെൻസൈൽ സ്റ്റീൽ ഈസ്. ഇത് മേ ബി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. അധികം ആർക്കും ചിലപ്പോൾ കിട്ടാത്തൊരു ചോദ്യമാണ്. പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഇൻ ഹൈ ടെൻസൈൽ സ്റ്റീൽ ഈസ് 0.4%.
ഓക്കെ, കോപ്പർ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസിനും ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോപ്പർ അഡീഷൻ ടു സ്റ്റീലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പെർസെൻറ്റേജ് കോപ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു ഹൈ ടെൻസൈൽ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 0.4% ആണ്. ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീലിനെ തന്നെയാണ് നമ്മൾ ഹൈ ടെൻസൈൽ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 0.4% ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. The method adopted to increase the bearing capacity of black cotton soil. Drain the soil, add fine aggregate, add aggregate, compact the soil. അപ്പോൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള 2 സോയിൽസിലൊന്നാണ് ഈ ബെന്റോണൈറ്റ് ക്ലേ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഓർഗാനിക് സോയിൽ. ഇതെല്ലാം കൺസ്ട്രക്ഷന് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സോയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോമ്പാക്ട് ദി സോയിലാണ്. പക്ഷേ PSC ഫൈനൽ ആൻസർ കീയിലും ഇത് തന്നെയായിരുന്നു ഉത്തരം. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം SSC JEE പോലത്തുള്ള എക്സാംസിന് ചോദിച്ചപ്പോൾ റീപ്ലേസ് ദ പുവർ സോയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ കോമ്പാക്ട് ദ സോയിൽ എന്ന് പറഞ്ഞ ഓപ്ഷന് പകരം റീപ്ലേസ് ദ പുവർ സോയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനാണ് അതിനകത്ത് ഫൈനൽ കീ ആയിട്ടും വന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. റീപ്ലേസ് ദ പുവർ സോയിൽ എന്ന് പറയുന്ന സാധനത്തിന് ആണ് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഓക്കെ, കാരണം ബ്ലാക്ക് കോട്ടൺ സോയിൽ ബേസിക്കലി കൺസ്ട്രക്ഷന് നമ്മൾ പ്രിഫർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ റീപ്ലേസ് ദ പുവർ സോയിലാണ് ബെറ്റർ ഓപ്ഷൻ. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോമ്പാക്ട് ദ സോയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് PSC ഫൈനൽ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ജോയിൻസ് ആർ യൂഷ്വലി ജോയിൻറ്റ് ഇൻ ആഷ്ലാർ മേസണറി. ആഷ്ലാർ മേസണറി പറയുമ്പോൾ ഫൈൻ ഡ്രസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആഷ്ലാർ ഫൈൻ മേസണറി ഉണ്ട്, ആഷ്ലാർ റഫ് മേസണറി ഉണ്ടെന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ മുമ്പ് പറഞ്ഞായിരുന്നു. അതിൻ്റെ 3 mm മിനിമം തിക്നെസ്, 6 mm തിക്നെസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആഷ്ലാർ മേസണറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലഷ് ജോയിൻസ് ആണ്. ഞാനിവിടെ കുറച്ച് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. വി ജോയിൻസിൻ്റെയും ഫ്ലഷ് ജോയിൻസിൻ്റെയും സ്കെച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സംഭവം ബ്രിക്കാണ്, ബട്ട് സ്റ്റിൽ ഫ്ലഷ് ജോയിൻ എന്ന് പറഞ്ഞാൽ അതേ തിക്നെസ്സിൽ അതേ ലെവലിലോട്ട് നമ്മൾ ജോയിൻറ്റ് കൊടുത്തു വരുവാണല്ലേ, നമ്മൾ അതേപോലെ കൊടുത്തു വരുക ജോയിൻറ്റ്. നേരെ മറിച്ച് വി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വി ഗ്രൂവ് ഇങ്ങനെ അകത്തോട്ട് കൊടുക്കുന്നുണ്ട്. ജോയിൻറ്റിൻ്റെ അകത്തോട്ട് ഒരു വി ഷേപ്പിലുള്ള ഒരു ഗ്രൂവ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ വി ജോയിൻസ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോൺ മേസണറി, ആഷ്ലാർ മേസണറിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഫ്ലഷ് ജോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിങ്ങിലും അതേപോലെ ജോയിൻസിൻ്റെയും കുറേ ടൈപ്പ് ഉണ്ട്. അത് കുറേ മുമ്പ് വരെ PSCയിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും റീസെൻ്റ്ലി ഉള്ള PSC എക്സാമിന് ഈ സ്ട്രക്ക് പോയിന്റിങ്, റിസസ്റ്റ് പോയിന്റിങ്, വെതേർഡ് പോയിന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോയിന്റിങ്ങിന് റീസെൻ്റ്ലി ഇമ്പോർട്ടൻസ് വന്ന സ്ഥിതിക്ക് പോയിന്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഫ്ലഷ് ജോയിൻ്റ് ആണ്. അടുത്ത ചോദ്യം. ഡാഷ് ബോണ്ട് ഈസ് യൂസ്ഡ് ഇൻ ബ്രിക്ക് മേസണറി ഫോർ ക്യാരിയിങ് ഹെവി ലോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തോളൂ അല്ലേ, ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടിൽ ഇംഗ്ലീഷ് ബോണ്ടാണ് ബെറ്റർ ആയിട്ടുള്ള സ്ട്രെങ്ത് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഹെവി ലോഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ട് വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. എസ്തെറ്റിക്കലി കാണാൻ ഭംഗിയുള്ള ബോണ്ടിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിലും ഫ്ലെമിഷ് ബോണ്ടിലും കാണാൻ എസ്തെറ്റിക്കലി ഭംഗിയും അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ബോണ്ട് ഫ്ലെമിഷ് ബോണ്ടാണ്. പക്ഷേ സ്ട്രെങ്ത് വൈസ് ഹെവി ലോഡ് എടുക്കാൻ വേണ്ടി ബെറ്റർ പെർഫോമൻസ് തരുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലെങ്തനിങ് ജോയിൻസിൻ്റെ ലെങ്ത് കൂട്ടുന്നത്. ഈ പറയുന്നതിൽ ഏതാണ് അതിൻ്റെ എക്സാമ്പിൾ? ബ്രിഡിൽ ജോയിൻറ്റ്, ഫിഷ്ഡ് ജോയിൻറ്റ്, മോർട്ടിസ് ആൻഡ് ടെനൻ, ഹൗസ്ഡ് ജോയിൻറ്റ്. ഫിഷ്ഡ് ജോയിൻ്റ് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രിഡിൽ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രിഡിൽ ജോയിൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്കെച്ച് നോക്കിയാൽ അറിയാം അല്ലേ. ഒരു എക്സ്ട്രാ പ്രൊജക്റ്റിംഗ് പാർട്ട് വരുന്നു, അത് ഒരു ഓപ്പൺ സ്പേസിലോട്ട് കയറ്റുന്നു, ബ്രിഡിൽ ജോയിൻ്റ് ഉണ്ടാവുന്നു. ഹൗസ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് ഒരു ക്രേവിങ് ഉണ്ടാക്കി എടുക്കുന്നു, അതിനകത്തോട്ടാണ് നമ്മുടെ കമ്പോണൻറ്റ് പോകുന്നത്. മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ് നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് സിമിലർ ടു ബ്രിഡിൽ ജോയിൻ്റ് ആണ്, പക്ഷേ ക്ലോസ്ഡ് ആണല്ലേ. അപ്പുറത്തെ എൻഡ് മോർട്ടിസ് എൻഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതൊന്നും ലെങ്തനിങ് ജോയിൻ്റ് അല്ല. നേരെ മറിച്ച് ഫിഷ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് ലാപ്പ് ചെയ്യുന്നു, അപ്പോൾ അതൊരു ലെങ്തനിങ് ജോയിൻ്റ് ആണ്. അപ്പോൾ ലെങ്തനിങ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഫിഷ്ഡ് ജോയിൻ്റ്. അടുത്ത ചോദ്യം. ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ റെയിൽസ് ഇൻ എ ഡോർ ഈസ് കോൾഡ്. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ റെയിൽസ് ഇൻ എ ഡോർ. പാനലാണല്ലേ ഉത്തരം. ഡോസ് തന്നെയാണ്. കമ്പോണൻസ് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പ് റെയിൽ,
ക്രോസ് റെയിൽ, ലോക്ക് റെയിൽ, ബോട്ടം റെയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇവിടെ ക്രോസ് റെയിലിൻ്റെയും ലോക്ക് റെയിലിൻ്റെയും ഇടയിലുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് പാനൽ. ഇതിപ്പോൾ ഗ്ലാസ് ഡോർ ആണെങ്കിൽ ഇവിടെ ഗ്ലാസ് പാനൽസ് കൊടുക്കാറുണ്ട്, വുഡൻ പാനൽസ് കൊടുക്കാറുണ്ട്. കമ്പാരിറ്റീവ്ലി ലെസ് തിക്നെസ് ഉള്ള വുഡൻ കമ്പോണൻസ് വെച്ചിട്ടുള്ള പാനൽസ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ റെയിൽസ് ഇൻ ഡോർ എന്ന് പറഞ്ഞാൽ പാനൽ. അടുത്ത ചോദ്യം, ദ ഔട്ടർ മോസ്റ്റ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച്. ഔട്ടർ മോസ്റ്റ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് ഇസ് അബട്ട്മെന്റ്. ആർച്ചിൽ നിന്ന് തന്നെയാണ് അല്ലേ വീണ്ടും ചോദ്യം വരുന്നത്. പിയർ എന്ന് പറഞ്ഞാൽ ആർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ഒന്നുമല്ല. പിയർ നമ്മുടെ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു സബ്സ്ട്രക്ചർ കമ്പോണന്റ് ആണ് വരുന്നത്. സ്ക്യൂ ബാക്കും ഇൻട്രഡോസും അല്ല, ആർച്ചുമായിട്ട് ബന്ധപ്പെട്ട ടേം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഞാൻ ഇവിടെ സ്കെച്ചിലോട്ട് വരുവാണ്. അതായത് ഇവിടെ സ്ക്യൂ ബാക്ക് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്, എക്സ്ട്രഡോസ് എന്താണെന്ന് അറിയാം, ക്രൗൺ, ഇൻട്രഡോസ്, ആർച്ചിന്റെ ഓരോ കമ്പോണൻസിലോട്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അബട്ട്മെന്റ് ആണ്. അടുത്ത ചോദ്യം, ദ പ്രൊപ്പോർഷൻ ഓഫ് ലൈം സിമെന്റ് പ്ലാസ്റ്റർ ഫോർ ഡാം പ്രൂഫ് കോഴ്സ് DPC ഇസ്. ലൈം സിമെന്റ് പ്ലാസ്റ്ററിന്റെ പ്രൊപ്പോർഷൻ എന്താണ്? 1:1:6 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈം സിമെന്റ് മോർട്ടാർ കണ്ടെയ്ൻ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ലൈം മോർട്ടാർ ആസ് വെൽ ആസ് സിമെന്റ് മോർട്ടാർ. ലൈമും സിമെന്റിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ഗേജ്ഡ് മോർട്ടാർ എന്ന് പറയാറുണ്ടല്ലേ, ലൈമും സിമെന്റും കമ്പൈൻ ആകുമ്പോഴത്തേക്കും ഗേജ്ഡ് മോർട്ടാർ എന്നും പറയാറുണ്ട്. പ്രിസൈസ്ലി അതാണ് കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി. അപ്പോൾ അതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1:1:6 ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിമെന്റ് ഈസ് ടു ലൈം ഈസ് ടു സാൻഡ് ആണ് ആ ഒരു റേഷ്യോയിലെ കമ്പോണൻസ് വരുന്നത്. അതുപോലെ തന്നെ 1:1:8 1:2:8 എന്ന് പറയുന്ന പ്രൊപ്പോർഷനും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ലൈം സിമെന്റ് മോർട്ടാറിൽ ഇവിടെ ഈ ഒരു പ്രൊപ്പോർഷനും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 1:1:6 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് 1:1:6 എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം. അടുത്ത ചോദ്യം, ദ സർവേ കണ്ടക്ടഡ് ടു സ്റ്റഡി ദ കസ്റ്റംസ് ആൻഡ് റിലിക്സ് ഓഫ് ദ പാസ്റ്റ് ഇസ് കോൾഡ്. കഡസ്ട്രൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, ടോപ്പോഗ്രഫിക്കൽ, പ്ലെയിൻ സർവേ. സ്റ്റഡി ദ കസ്റ്റംസ് ആൻഡ് റിലിക്സ് ഓഫ് ദ പാസ്റ്റ്. ചരിത്രം പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണല്ലേ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കാഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ലാൻഡ് ബൗണ്ടറീസ്, നമ്മൾ ലാൻഡ് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവേ ആണ് ഈ കാഡസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡിൻ്റെ ടെറൈൻ, നമ്മുടെ ലാൻഡിൻ്റെ ഒരു ടോപ്പോഗ്രഫി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന, അതിൻ്റെ കോണ്ടോസ് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ആ ടൈപ്പ് സർവേ തന്നെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത്. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കർവേച്ചർ കൺസിഡർ ചെയ്യാതെ എടുക്കുന്ന സർവേനെയാണ് നമ്മൾ പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. ആ വാല്യൂ റേഞ്ചും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർസ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ എന്താണ്? ഡബിൾ റിഫ്ലക്ഷൻ. ഇതൊക്കെ ഹൈലി റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ഗ്രേഡ് 3 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതൊരു 4 എണ്ണത്തിലും ഈ ഒരു ചോദ്യം ഇതുപോലെ തന്നെ കാണും. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ആക്യുറസി ഓഫ് സർവേ ഡിപ്പെൻഡ് അപ്പോൺ ദി ആക്യുറസി ഓഫ് ഡാഷ് മെഷർമെന്റ്സ്. ബേസ് ലൈൻ ആണോ, ടൈ ലൈൻ ആണോ, ചെക്ക് ലൈൻ ആണോ, ബൗണ്ടറി ലൈൻ ആണോ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈൻ ഏതാണ്? ബേസ് ലൈൻ ആണ്. ബേസ് ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ലൈനും നമ്മൾ റിലേറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ സർവേയുടെ ആക്യുറസി ബേസ് ലൈനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈസ് ദ ലോങ്ങസ്റ്റ് ലൈൻ വിച്ച് അപ്രോക്സിമേറ്റ്ലി പാസസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി ഫീൽഡ്. ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പ്രൂഫ് ലൈൻ യൂസ് ടു ചെക്ക് ദി ആക്യുറസി ഓഫ് ദ വർക്ക്. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ടൈ ലൈൻ ഇസ് എ ലൈൻ ജോയിനിങ് 2 ഫിക്സഡ് പോയിന്റ്സ് ഓൺ ദ മെയിൻ സർവേ ലൈൻ. ഇറ്റ് ബേസിക്കലി അവോയ്ഡ്സ് ലോങ് ഓഫ്സെറ്റ്സ്. ലോങ് ഓഫ്സെറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയുന്നത്. ബൗണ്ടറി ലൈൻ, ഓക്കെ, ബൗണ്ടറി റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, ബാഡ് റേഞ്ചിങ് ഈസ് എ സോഴ്സ് ഓഫ് ഡാഷ് എറർ. ബാഡ് റേഞ്ചിങ് ഒരു ക്യുമുലേറ്റീവ്, പോസിറ്റീവ് ക്യുമുലേറ്റീവ് എറർ ആണല്ലേ. ഇപ്പോൾ ബാഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേഞ്ചിങ് ബാഡ് ആണെങ്കിൽ നമ്മുടെ ആക്ച്വൽ ലെങ്തിനേക്കാൾ കൂടുതൽ ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് എററാണ്, ക്യുമുലേറ്റീവ് പോസിറ്റീവ് എററാണ്. അത് ആഡ് ചെയ്ത് പോകുന്ന ഒരു എററാണ്. അതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ കറക്ഷൻ നെഗറ്റീവ് കുറച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. എറർ പോസിറ്റീവ്, കറക്ഷൻ നെഗറ്റീവ് ബാഡ് റേഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് ക്രോസ് സ്റ്റാഫ് ഈസ് ഡാഷ് ക്രോസ് സ്റ്റാഫ്.
ഓപ്പൺ ക്രോസ് സ്റ്റാഫ് തന്നെയാണല്ലേ മോസ്റ്റ് ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 90 ഡിഗ്രി സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എല്ലാം സെറ്റ് ഔട്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ക്രോസ് സ്റ്റാഫ് ആണ്. അതിനകത്ത് 45 ഡിഗ്രിയും 90 ഡിഗ്രിയും സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിന്റെ വ്യത്യാസം. പ്രത്യേകം ഓർക്കുക, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫിന് 45 ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റും, 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ആണെങ്കിൽ 90 ഡിഗ്രി മാത്രം. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ആണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ബെയറിംഗ് ഓഫ് ലൈൻസ് ഇൻ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. തിയോഡലൈറ്റ് ആണോ, പ്രിസ്മാറ്റിക് കോമ്പസ് ആണോ, സർവേസ് കോമ്പസ് ആണോ, ഓൾ ഓഫ് ദി എബോ ആണോ? ഇതിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു ഉദ്ദേശ ഐഡിയയിൽ നമുക്ക് തിയോഡലൈറ്റ് മാർക്ക് ചെയ്യാം. പ്രിസ്മാറ്റിക് കോമ്പസും സർവേസ് കോമ്പസും ഒരുപാട് സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണ്. തിയോഡലൈറ്റ് ഇതിനകത്തൊരു ഓഡ് വൺ ഔട്ടാണ്. ഓൾ ഓഫ് ദി എബോ എന്തായാലും വരില്ല, ഒരു ഓഡ് വൺ ഔട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ തിയോഡലൈറ്റ് ആണ് ഉത്തരം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ ചോദ്യം. അപ്പോൾ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ഡയറക്റ്റ് മെത്തേഡ് വിത്ത് ട്രാൻസിറ്റിംഗ് ഫോർ ഒബ്സർവിംഗ് ദ ബെയറിംഗ് ഓഫ് എ ലൈൻ ബൈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. അപ്പോൾ എന്താണ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെത്തേഡിൽ വി മെഷേഴ്സ് ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എനി വൺ ലൈൻ. ജനറലി ഇറ്റ്സ് ദ ഫസ്റ്റ് ട്രാവേഴ്സ് ലൈൻ. ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബെയറിംഗ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓഫ് അതർ സെക്ഷൻ മെഷർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതിനെയാണ് നമ്മൾ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ബെയറിംഗ് വാല്യൂസ് എടുക്കുന്നുള്ളൂ, പിന്നെ എല്ലാം നമ്മൾ തിയോഡലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾസ് എടുത്തെടുത്ത് പോവുകയാണ്. ലൂസ് നീഡിൽ അല്ലെങ്കിൽ ഫ്രീ നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ലൈനിൻ്റെയും മാഗ്നറ്റിക് ബെയറിംഗ് നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ നമുക്കൊരു കോമ്പസ് വേണം അല്ലേ, ഓരോ ലൈനിൻ്റെയും മാഗ്നറ്റിക് ബെയറിംഗ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ട്രാവേഴ്സിംഗ് നടത്തുക. ഓക്കെ, അപ്പോൾ അതാണ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡും ലൂസ് നീഡിൽ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രിസ്മാറ്റിക് കോമ്പസ്, സർവേസ് കോമ്പസ് ഒക്കെ നമുക്ക് ലൂസ് നീഡിൽ മെത്തേഡിലോട്ട് ക്ലാസിഫൈ ചെയ്യാം. തിയോഡലൈറ്റ് നമുക്ക് ഫാസ്റ്റ് നീഡിൽ മെത്തേഡിലോട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തിയോഡലൈറ്റ് ആണ്. അടുത്ത ചോദ്യം, ഇത് ഒരുപാട് പ്രാവശ്യം ഓവർസിയർ ഗ്രേഡ് 3 ചോദിച്ച ഒരു ചോദ്യമാണ്. ദ ഡിപ്പ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ അറ്റ് എൻ ഇക്വേറ്റർ ഈസ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിപ്പ് അറ്റ് ഇക്വേറ്റർ 0 ഡിഗ്രിയും അറ്റ് പോൾസ് അത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓവർസിയറിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു സർവേയിലെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇക്വേറ്റർ ആണെങ്കിൽ 0 ഡിഗ്രിയും 90 ഡിഗ്രി അറ്റ് ദ പോൾസും. 70ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് അഡോപ്റ്റഡ് ഫോർ ലൊക്കേറ്റിംഗ് ഇൻഅക്സസിബിൾ പോയിന്റ്സ്. അപ്പോൾ റേഡിയേഷൻ, റിസെക്ഷൻ, ട്രാവേഴ്സിങ്, ഇന്റർസെക്ഷൻ എല്ലാം പ്ലെയിൻ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെർമിനോളജീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇൻഅക്സസിബിൾ പോയിന്റ്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മെത്തേഡ് ഓഫ് ഇന്റർസെക്ഷൻ. രണ്ടും ഐ ആണ്, ഒരു കോഡായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഇൻഅക്സസിബിൾ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇന്റർസെക്ഷൻ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അക്സസിബിൾ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് റേഡിയേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസെക്ഷൻ ഉപയോഗിക്കുന്നത്. റിസെക്ഷനകത്ത് 2 പോയിന്റ് പ്രോബ്ലം ഉണ്ട്, 3 പോയിന്റ് പ്രോബ്ലം ഉണ്ട്. 2 പോയിന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നു. 3 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് 3 പോയിന്റ് പ്രോബ്ലം ആണ്. 2 പോയിന്റ് കുറച്ച് കോംപ്ലക്സ് ആണ്. കാൽക്കുലേഷൻ സൈഡിൽ നിന്നും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർവേ ലാബിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും 3 പോയിന്റ് പ്രോബ്ലം ലാബ് എക്സാമിന് കിട്ടണേ 2 പോയിന്റ് കിട്ടല്ലേ എന്നൊക്കെ പൊതുവെ എല്ലാവരും പറയാറുണ്ട്. കാരണം 2 പോയിന്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇൻഅക്സസിബിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ബൈ മെത്തേഡ് ഓഫ് ഇന്റർസെക്ഷൻ. അടുത്ത ചോദ്യം 71. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് എബവ് ദ ഡേറ്റം ഇസ് കോൾഡ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ദ ഡേറ്റം ഇസ് കോൾഡ് എലിവേഷൻ. ഒരു റെഫറൻസ് പോയിന്റിന്റെ മുകളിൽ എത്രയാണോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരുന്നത് അതാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ഉത്തരം എലിവേഷൻ. ഓക്കെ, ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ദ ഡേറ്റം ഇസ് കോൾഡ് എലിവേഷൻ. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ ഒരു പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാക്ക് സൈറ്റ് സൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് നമുക്ക് റെഡ്യൂസ് ലെവലും ബാക്ക് സൈറ്റിന്റെയും സമ്മേഷനിലൂടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. അവിടെ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, റൈസ്, ഫോള്, ഇതെല്ലാം വെച്ചിട്ട് കുറച്ച് റിലേഷൻ ഉണ്ട് ലെവലിങ്ങിൽ. അതുപോലെ തന്നെ കർവേച്ചർ കറക്ഷൻ, റിഫ്രാക്ഷൻ കറക്ഷൻ, കമ്പൈൻഡ് കറക്ഷൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗ്രേഡ് 3 ആ കർവേച്ചർ റിഫ്രാക്ഷനിലോട്ടൊക്കെ അങ്ങനെ ന്യൂമറിക്കലി പോവാറില്ല, പക്ഷേ പോയിക്കൂടായികയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് പഠിക്കുക. കാരണം ലെവലിംഗ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് സർവേയിൽ, പ്രത്യേകിച്ച് ഓവർസിയറിനും ഈവൻ എയ്ക്കും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത 72ാമത്തെ ചോദ്യം. ലെവലിംഗ് ക്യാരിഡ് ഔട്ട് എലോങ് എ ഗിവൺ റൂട്ട് ടു ഫൈൻഡ് ദ എലിവേഷൻസ് ഓഫ് ദ പോയിന്റ് ഓഫ് നോൺ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡാഷ് ലെവലിംഗ്. എലോങ് എ ഗിവൺ റൂട്ട്. അപ്പോൾ പ്രൊഫൈൽ ലെവലിംഗ് ആണ് ഇവിടെ
നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഇപ്പോൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് വരുന്ന സാഹചര്യമുള്ള ടൈപ്പ് ലെവലിങ്ങിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത്. ഫ്ലൈ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ലെവലിംഗ്. ഇവിടെ ഇൻവേർട്ടഡ് റീഡിങ്സ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. പ്രൊഫൈൽ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ റോഡ് സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ലെവലിംഗ് എലോങ് എ ഫിക്സഡ് ലൈൻ, അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനിങ് എലിവേഷൻ വിത്ത് വേർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റ് ആൻഡ് നോൺ ഡിസ്റ്റൻസ്. ഒരു നോൺ ഡിസ്റ്റൻസും വേർട്ടിക്കൽ ആംഗിൾ മെഷർമെൻറ്റും വെച്ചിട്ട് ബേസിക് ട്രിഗ്നോമെട്രി ജോമെട്രിക്കൽ കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ലെവലിംഗ് ആണ് ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പ്രൊഫൈൽ ലെവലിംഗ്, ദ ലെവലിംഗ് വിച്ച് ഇസ് ഡൺ അലോങ് എ ഫിക്സഡ് ലൈൻ is also known as longitudinal sectioning. അടുത്ത ചോദ്യം, when the length of sight is more than 100 meter, the staff used this. 100 മീറ്ററിനേക്കാൾ ദൂരെയാണ് നമ്മുടെ സ്റ്റാഫ് സൈറ്റ്. അപ്പം നമുക്ക് നേക്കഡ് ആയി കൊണ്ട് നമുക്ക് അത് സ്പോട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാഫ് ഏതാ? ടാർഗറ്റ് സ്റ്റാഫാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ലേസർ പോയിന്ററൊക്കെ വെച്ചിട്ടുള്ള നമ്മളെ ടാർഗറ്റ് സ്റ്റാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസിലി അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അവിടെ സ്റ്റാഫ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്. ഈ സോളിഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഈ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം, അതിനെയാണ് നമ്മൾ സോളിഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫോൾഡിംഗ് സ്റ്റാഫ്. ഫോൾഡിംഗ് സ്റ്റാഫാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മടക്കാൻ പറ്റുന്ന, നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ അത് പൊക്കിയെടുക്കാൻ പറ്റുന്ന, തിരിച്ച് വയ്ക്കുമ്പോൾ അത് മടക്കി വയ്ക്കുന്ന ടൈപ്പ് സ്റ്റാഫിനെയാണ് നമ്മൾ ഫോൾഡിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ടെലിസ്കോപ്പിക് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ലെയർ കണ്ടോ, ഇതിനകത്തോട്ട് നമുക്ക് അടുത്ത ലെയർ കയറ്റി വയ്ക്കാം. അതിൻ്റെ മുകളിലത്തെ ലെയർ ഈ രണ്ടാമത്തെ ലെയറിലോട്ട് കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കിതിങ്ങനെ ഈസിലി നമുക്കിങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കാം. നമ്മൾ ഈ ട്രൈപോഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ അകത്തോട്ട് കയറ്റുമ്പോൾ അത് വളരെ കുഞ്ഞായിട്ടിരിക്കും, നമുക്ക് വലിച്ച് പുറത്തോട്ട് എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാണ് ടെലിസ്കോപ്പിക് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഷോർട്ട് സൈറ്റ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 100 മീറ്റർ കൂടുതലാണെങ്കിൽ നമുക്കൊരു ലേസർ പോയിന്ററൊക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാഫിനെയാണ് നമ്മൾ ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഓൺ ജോഗ്രഫിക്കൽ മാപ്പ് റിലീഫ് ഓഫ് എർത്ത് സർഫസ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ. ജോഗ്രഫിക്കൽ മാപ്പ് റിലീഫ് ഓഫ് എർത്ത് സർഫസ്, അതായത് കയറ്റ ഇറക്കമെല്ലാം നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? കോണ്ടേഴ്സ് വെച്ചിട്ടാണ് അല്ലേ? നമ്മൾ കോണ്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രേഡിയൻറ്റും കാര്യങ്ങളും ഹൊറിസോണ്ടൽ ഇക്വലൻറ്റും എല്ലാം നമ്മൾ പറയുന്നത്. ഇപ്പം ഹാച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പാരലൽ ലൈൻസ് യൂസ്ഡ് ഇൻ ഹില്ലി ഷെയ്ഡിങ്സ് ഓഫ് ദി മാപ്പ്. ഇപ്പം ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ടു മേക്ക് ദ കോണ്ടോർ അപ്പിയർ 3 ഡയമെൻഷണൽ. കോണ്ടോർ മാപ്പിലൂടെ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊരു 3 ഡയമെൻഷണൽ സംഭവമാണെന്ന് നമുക്ക് തോന്നണം. ഒരു കോണ്ടോർ മാപ്പ് കാണുമ്പോഴത്തേക്കും അതിനെയാണ് നമ്മൾ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം, ടോപ്പോഗ്രഫി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോണ്ടേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കോണ്ടേഴ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോണ്ടോർ ഇൻ്റർവെൽ ഫോർ മൗണ്ടനസ് റീജിയൻ ഇസ് 2 ആണോ 5 ആണോ 10 ആണോ 20 ആണോ? കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ PSC കൊടുത്തിരിക്കുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോണ്ടോർ ഇൻ്റർവെൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കോമൺ കോണ്ടോർ ഇൻ്റർവെൽ വാല്യൂസ് ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടെറൈൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് സൈറ്റ് ഒക്കെ ആണെങ്കിൽ കോണ്ടോർ ഇൻ്റർവെലിൻ്റെ വാല്യൂ 0.2 to 0.5 മീറ്റർ വരെയാണ് വരുന്നത്. ഒരു റിസർവെയറോ അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് സ്കീമൊക്കെ ആണെങ്കിൽ 0.5 to 2 മീറ്റർ റേഞ്ചിലും, ലൊക്കേഷൻ സർവേ മൗണ്ടനസ് റീജിയനിലൊക്കെ ആണെങ്കിൽ 2 to 3 മീറ്റർ റേഞ്ചിലാണ് നമ്മുടെ കോണ്ടോർ ഇൻ്റർവെൽ വരുന്നത്. പ്രൊവൈഡഡ് ഈ വാല്യൂസ് എല്ലാം ഒരു ലാർജ് സ്കെയിൽ കോണ്ടോർ മാപ്പിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു മീഡിയം സ്കെയിലും സ്മോൾ സ്കെയിൽ കോണ്ടോർ മാപ്പിലൊക്കെ ഈ ഒരു വാല്യൂസിൽ കുറച്ച് വ്യത്യാസം വരും. അത് സ്കെയിൽ അനുസരിച്ച് ഈ വാല്യൂസിൽ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹില്ലി റീജിയൻ വരുമ്പോഴത്തേക്കും 5 മീറ്റർ 10 മീറ്റർ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കോണ്ടോർ ഇൻ്റർവെലിൻ്റെ കോമൺ വാല്യൂസ് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ചോദ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല PSCയിൽ അത് എന്ത് ടൈപ്പ് സ്കെയിൽ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, സ്മോൾ മീഡിയം ആണോ ലാർജ് ആണോ എന്ന്. പക്ഷേ PSC എന്തായാലും ഫൈനൽ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടില്ല. ഒരു മൗണ്ടനസ് ആയിട്ടുള്ള റീജിയനിൽ 2 മീറ്റർ ഇതിലാണ് നമ്മൾ കോണ്ടോർ ഇൻ്റർവെൽ കോമൺ ആയിട്ട് കൊടുക്കുന്നത് എന്നാണ് ആസ് പെർ PSC. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു ലാർജ് സ്കെയിൽ സിനാരിയോ ആണ് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഈ വാല്യൂസ് റെഫറൻസിന് എടുക്കാം. അപ്പം ഞാൻ ഈ ലാർജ് സ്കെയിലാണെന്ന് പറയാൻ കാരണം നിങ്ങൾ മീഡിയം സ്കെയിലും സ്മോൾ സ്കെയിലും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള കോണ്ടോർ ഇൻ്റർവെൽ വാല്യൂസും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ്. അടുത്ത
76ാമത്തെ ചോദ്യം, ദ ആക്യുറേറ്റ് റൂൾ ഫോർ കമ്പ്യൂട്ടിംഗ് എ വോളിയം ഇസ് ഡാഷ് റൂൾ. ആക്യുറേറ്റ് റൂൾ ഏതാണ്? പ്രിസ്മോയിഡൽ റൂൾ ആണ് അല്ലേ. ട്രപ്പിസോയിഡൽ റൂള് കാരണം അതിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ട്രപ്പിസോയിഡൽ റൂൾ അല്ല വോളിയം കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിസ്മോയിഡൽ റൂള് കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രിസ്മോയിഡൽ റൂളാണ് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള റൂള്. സിംസൺസ് റൂള് ആക്ച്വലി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രിസ്മോയിഡൽ റൂള് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഫോർമുല എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പ്രിസ്മോയിഡൽ റൂളാണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇക്വേഷൻ ഒന്നും എഴുതിയിട്ടില്ല, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒന്നും ഓവർസിയർ എക്സാമിന് ചോദിക്കില്ല. ഒരു എക്സാമിനാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സാധാരണ രീതിയിൽ ചോദിച്ചു കാണുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇക്വേഷൻ ഒന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രിസ്മോയിഡൽ റൂളാണ് വോളിയം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കാരണം അവിടെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ട്. സിംസൺസ് റൂള് സെയിം തന്നെയാണ്, പക്ഷേ അത് ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് 77, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഏരിയ ഫ്രം പ്ലാൻ. ഒരു പ്ലാനിൽ നിന്ന് ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്ലാനിമീറ്റർ ആണ്. പ്ലാനിമീറ്റർ ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പാന്തോഗ്രാഫ് എൻലാർജിങ് യു റെഡ്യൂസിങ് ദ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ കോമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഔട്ട്ഡേറ്റഡും ഓൾഡുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഗ്രാഫിക്കലി പ്രപ്പോർഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. 17th സെഞ്ച്വറിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ പ്രൊപ്പോർഷണൽ കോമ്പസ് എന്ന് പറയുന്നത്. ബോക്സ് സെക്സ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് അസ്ട്രോണമിയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് ജിയോഡറ്റിക് സർവേയുടെ കാര്യത്തിൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് ആണ് ബോക്സ് സെക്സ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഐറ്റം യൂസ്ഡ് ഫോർ മെഷറിംഗ് ഏരിയ പ്ലാനിമീറ്റർ. അടുത്ത ചോദ്യം, അബ്നി ലെവൽ ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് പ്ലാൻ, എൻലാർജിങ് പ്ലാൻ, സ്ലോപ്പ് മെഷർമെൻറ്റ്, ഏരിയ ഡിറ്റർമിനേഷൻ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ലെവലാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് മെഷർമെൻറ്റ് തന്നെയാണ് നമ്മളിത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റെഡ്യൂസിങ് പ്ലാന്, എൻലാർജിങ് പ്ലാനിനെല്ലാം നമ്മൾ പാന്തോഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. പ്ലാനിമീറ്ററാണ് നമ്മൾ മാപ്പിൽ നിന്ന് ഏരിയ ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 78ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അബ്നി ലെവൽ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്ലോപ്പ് മെഷർമെൻറ്റ്. 79, an example of kharif croppers, gram, wheat, jowar, potato. ഇവിടെ ബാക്കി ജോവാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാം റാബി ക്രോപ്സ് ആണ്. ഈ ജോവാർ മാത്രമാണ് ഇവിടെ ഖാരിഫ് ക്രോപ്പായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ വീറ്റ്, ഗ്രാം, പൊട്ടറ്റോ ഇതെല്ലാം റാബി ക്രോപ്പാണ്. റാബി ക്രോപ്പിൻ്റെ മറ്റ് ചില എക്സാമ്പിൾസ് ആണ് ഓട്സ്, ബാർലി, മസ്റ്റാർഡ്, ലിൻസീഡ്, കൊറിയാൻഡർ. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്, അത്ര റെലവൻസ് ഉള്ള എക്സാമ്പിൾസ് അല്ല. ഈ ഒരു പ്രൈമറി എക്സാമ്പിൾസ് നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക. വീറ്റ്, ഗ്രാം, പൊട്ടറ്റോ എന്നുള്ളതൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഖാരിഫ് വരുമ്പോഴത്തേക്കും പാഡി എന്ന് പറഞ്ഞാൽ ബേസിക്കലി റൈസ് ആണ്. റൈസ്, മെയ്സ്, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ, ജോവാർ എക്സെട്ര ആണ് ഖാരിഫ് ക്രോപ്സിന്റെ കുറച്ച് കോമൺ എക്സാമ്പിൾസ് ഇനിയും ടെക്സ്റ്റ് ബുക്കുകളിൽ തപ്പിയാൽ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ജോവാർ ആണ് അതിനകത്തുള്ള ഏക ഖാരിഫ് ക്രോപ്പ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ദ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഇൻ വിച്ച് HFL ഓഫ് നാച്ചുറൽ ഡ്രെയിനേജ് എബവ് ദി ബെഡ് ലെവൽ ഓഫ് കനാൽ. ഉത്തരം എന്താണ്? സൈഫൺ അക്വിഡക്റ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 5 കമ്പോണന്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് അക്വിഡക്റ്റ്, സൈഫൺ അക്വിഡക്റ്റ് നമുക്ക് ആദ്യം എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രെയിൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറലി ഒഴുകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ഡ്രെയിൻ അല്ലെങ്കിൽ നാച്ചുറൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം ഓർക്കുക. കെനാല് നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാച്ചുറലി ഒഴുകുന്ന ഒരു ഡ്രെയിനിൻ്റെ മുകളിലൂടെ നമ്മളൊരു കെനാല് കൊണ്ടുപോവുകയാണെങ്കിൽ ആ കെനാലിൻ്റെ ബെഡ് ലെവല് നാച്ചുറലി ഒഴുകുന്ന ഡ്രെയിനിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിനേക്കാൾ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് അക്വിഡക്റ്റ്. ഓക്കെ, ഇനി സൈഫൺ അക്വിഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ സെയിം സിനാരിയോയില് കനാലിന്റെ ബെഡ് ലെവല് നാച്ചുറലി ഒഴുകുന്ന ഡ്രെയിനിന്റെ ഹൈ ഫ്ലഡ് ലെവലിന് താഴെ നിൽക്കുവാണെങ്കിൽ അത് സൈഫൺ അക്വിഡക്റ്റ്. ഓക്കെ, അപ്പോൾ അക്വിഡക്റ്റും സൈഫൺ അക്വിഡക്റ്റും ആയി. സൂപ്പർ പാസേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രെയിൻ നമ്മുടെ കനാലിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻ സൂപ്പർ പാസേജിൽ ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ എബോവ് HFL ഓഫ് കനാൽ. കനാലിന്റെ HFL മുകളിലായിരിക്കും ഡ്രെയിനിന്റെ ബെഡ് ലെവല്. കനാൽ സൈഫൺ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം സിനാരിയോ തന്നെയാണ്, പക്ഷേ ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ വിൽ ബി ബിലോ HFL ഓഫ് കനാൽ എന്നുള്ളതാണ് കനാൽ സൈഫണിലെ വ്യത്യാസം. ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ കനാലും ഡ്രെയിനും രണ്ടും ഒരേ ലെവലിൽ വരുന്നതിനാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ ഇതോടുകൂടി ഈ ഓവർസിയർ
ഹാർബർ എഞ്ചിനീയറിംഗ് തേർഡ് ഗ്രേഡ് 32/2015 എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.